മോനെ മോനെ എഴുന്നേക്ക് മോനെ എഴുന്നേക്ക് മോനെ 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 ഒന്ന് എഴുന്നേക്ക് എഴുന്നേക്ക് മോനെ എന്താ നിനക്ക് പറ്റി ബോധം കെട്ടി കിടക്കായിരുന്നില്ല എഴുന്നേക്ക് പതുക്കെ എന്താ ഇവനൊന്നും മിണ്ടാത്തത് എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല ഞാൻ ആരാ ഒരു മിനിറ്റ് മോനെ ഇത് കുടിച്ച് കഷായോ ക്ഷീണത്തിന് നല്ലതാ എനിക്കെന്താ സംഭവിച്ചെന്നറിയില്ല നല്ല തലവേദനയുണ്ട് വേറൊന്നും മനസ്സിലാവുന്നില്ല മനസ്സിലായി മോൻ്റെ അവസ്ഥ മോശമാണെന്നറിയാം ഞാനൊരു വൈദ്യനാ ഞാനിപ്പോൾ കുറച്ച് മരുന്നുകൾ തരാം അത് കുറച്ച് നാൾ കഴിച്ചാൽ ചിലപ്പോൾ മോന് ഓർമ്മ തിരിച്ചു കിട്ടും അങ്ങനെ വന്നാൽ നീ ആരാണെന്നുള്ള കാര്യം നിനക്ക് തനിയെ മനസ്സിലാവും വാ മോളെ വാ മോളെ വർമ്മ എനിക്കൊരു വാക്ക് തരണം മോനെ പറയൂ നിനക്ക് പഴയ കാര്യങ്ങൾ ഓർമ്മ വന്നാലും എന്റെ പൊന്നുമോളെ നീ ഒറ്റയ്ക്കാക്കരുത് ഇവളെ നിന്നെ ഏൽപ്പിച്ച് എനിക്ക് സമാധാനമായിട്ട് പോകാം ഒരിക്കലും ഞാൻ ഇവളെ ഒറ്റയ്ക്കാക്കില്ല ഇവിടെ ഞാൻ എൻ്റെ സ്വന്തം മോളെ പോലെ തന്നെ നോക്കും മോളെ കവി ഇനി മുതല് ഇവനായിരിക്കും നിന്റെ അച്ഛൻ ഇവനെ നീ അച്ഛാന്ന് വിളിക്കണം ശരി അച്ഛാ എന്താ എന്താ പറ്റി വൈദ്യരെ വൈദ്യരെ ഞാൻ ആരാണെന്ന് എനിക്ക് ഓർമ്മ വന്നു. നമുക്ക് അവിടേക്ക് പോകേണ്ട സമയമായിരിക്കും. ഇപ്പൊ തന്നെ നമുക്ക് ഇറങ്ങണം.
അച്ഛാ, എനിക്ക് എന്റെ അമ്മയായിട്ട് ഇവരും മതി. ദർശിനിയായിട്ട് തോറ്റുപോയിട്ടുള്ള 778ാമത്തെ ആൾ ഇയാളാ. ദർശിനി കഴിവും സൗന്ദര്യം ചേർന്നൊരു പെൺകുട്ടിയാ. പാരി ഫാമിലിയിൽ മാർഷൽ ആർട്സിൽ പേര് കേട്ട ഒരേ ഒരാളാ ഇവര്. എന്നെ കല്യാണം കഴിക്കണമെന്ന് ഇവിടെയുള്ള എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. പക്ഷേ അതെന്നെ തോൽപ്പിക്കുന്ന ആൾക്ക് മാത്രമേ സാധിക്കൂ. ഇവിടെ നിൽക്കുന്ന ഇത്ര ആളുകളിൽ ഒരാൾക്ക് പോലും എന്നോട് മത്സരിക്കാനുള്ള ധൈര്യമില്ലേ? ഉണ്ടല്ലോ, എന്റെ അച്ഛനുണ്ട്. അച്ഛാ വാ അച്ഛാ. എന്റെ അച്ഛൻ മത്സരിച്ച് ജയിച്ചാ നിങ്ങൾ എന്റെ അച്ഛനെ കല്യാണം കഴിക്കുവോ? ഇവനെ കണ്ടിട്ട് എനിക്ക് ഒരുപാട് നാളത്തെ പരിചയമുള്ളതുപോലെ തോന്നുന്നുണ്ടല്ലോ. എന്താ അങ്ങനെ? ഇവനേതാ? ഇവൻ എവിടുന്നാ വന്നേ? പ്രോപ്പറായ ട്രെയിനിങ് എടുത്ത് ഞങ്ങൾക്ക് പോലും ദർശിനി മേഡത്തെ ജയിക്കാൻ കഴിയുന്നില്ല. പിന്നെ എവിടുന്നോ വലിഞ്ഞു കയറി വന്ന നീയാണോ ഞങ്ങളുടെ മേഡത്തെ തോൽപ്പിക്കാൻ വേണ്ടി പോകുന്നേ? മര്യാദയ്ക്ക് എവിടെയെങ്കിലും ഒതുങ്ങി നിൽക്കുന്നതായിരിക്കും നിനക്കൊക്കെ നല്ലത്. ഇവൻ ഒരു റൂൾസും അറിയില്ല. ഒന്നും അറിയാതെ ഇങ്ങ് കേറി വന്നേക്കോ. കണ്ടാലറിയാം പിച്ചക്കാരനാണെന്ന്. ഇങ്ങനെ വന്ന് നിൽക്കാനുള്ള ഒരു യോഗ്യതയും എനിക്കില്ല. ശരി, ഞാൻ പിച്ചക്കാരനായിക്കോട്ടേന്നേ. പക്ഷേ പിച്ചക്കാരൻ മത്സരിക്കാൻ പാടില്ലെന്ന നിയമമുണ്ടോ? എനിക്ക് ഇത്രയും നേരം ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ തീരുമാനം മാറ്റി. പാരി ഫാമിലിയുടെ പ്രിൻസസ് ദർശിനി ഇനി എനിക്കുള്ളതാ. എടാ ഇനിയുണ്ടല്ലോ. ഓ, അപ്പൊ എന്നെ കല്യാണം കഴിക്കണം അല്ലേ? ശരി, ആദ്യം നീ ഇവിടെ കിടക്കുന്ന ഈ മണ്ടന്മാരെയൊക്കെ ഒന്ന് തോൽപ്പിക്ക, എന്നിട്ട് വാ. അച്ഛാ, നമ്മളിതിൽ ഉറപ്പായും ജയിക്കണം. എനിക്ക് ഇവർ തന്നെ എന്റെ അമ്മയായിട്ട് കിട്ടണം. എനിക്ക് ദർശിനിയെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട്. അതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ തുറന്നു പറയാം. എനിക്ക് എതിർപ്പുണ്ട്. എനിക്ക് ഇതിനോട് എതിർപ്പുണ്ട്. നിനക്കെന്ത് യോഗ്യതയുള്ളത് ഞങ്ങളോടൊപ്പം മത്സരിക്കാൻ വേണ്ടി? ഒരുപാട് സന്തോഷം. എതിർപ്പുള്ളവരൊക്കെ മുന്നോട്ട് വന്നാട്ടെ. നിൽക്ക്, ഇവന് ഞാൻ ഒതുക്കിക്കോളാം. നിങ്ങളത് കണ്ടു നിന്നാ മതി. താനേ കുറച്ച് വീക്കാണല്ലോ. മാർഷൽ ആർട്ട് ആർട്ടിസ്റ്റ് ആവണമെങ്കിൽ ഇനിയും കുറെ പഠിക്കാനുണ്ട്. കവി, മോള് പിന്നിലേക്ക് നിൽക്ക്. നീ എന്നെ വെല്ലുവിളിക്കുന്നോടാ? ഈ ഓവർ കോൺഫിഡൻസ് ഒട്ടും നല്ലതിനല്ല. ഇനി ഓരോരുത്തരായിട്ട് വന്ന് സമയം കളയണ്ട. ഹണി, ഐ തിങ്ക് നെക്സ്റ്റ് യുവർ ടേൺ. ഇവൻ ഞാൻ വിചാരിച്ചതുപോലെ അല്ലല്ലോ. എങ്ങനെ ഇവന് ഇത്രയും ശക്തി കിട്ടുന്നത്? ഇവന്റെ കയ്യിൽ എന്തോ ഒരു പവറുണ്ട്. അല്ലാതെ ഇവൻ ഇതൊന്നും ഇത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റില്ല. ഇവനെ തന്നെ എന്തായാലും കല്യാണം കഴിക്കാം. ശരി, ഞാൻ നിന്നെ കല്യാണം കഴിച്ചോളാം. യെസ്. ഹായ് മോം. ഹായ് ഡാഡ്. ഹായ് മോളെ. ഹേയ് ഹണി, വെൽക്കം ഹോം. ഈ പിച്ചക്കാരനെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് എന്തിനാ? പുറത്ത് നിർത്തിയിട്ട് എന്തെങ്കിലും നക്കാപ്പിച്ച കൊടുത്താ പോരായിരുന്നോ? മോം, ഇതെന്റെ ഹസ്ബൻഡാണ്. ഇത് ഇദ്ദേഹത്തിന്റെ മകൾ കവി.
എന്തടി പറയുന്നേ? മാർഷൽ ആർട്സിൽ എക്സ്പേർട്ട് ആയ ഒരാളെ കണ്ടുപിടിച്ച് കല്യാണം നടത്താന്ന് വിചാരിച്ചപ്പോ ഒരു പിച്ചക്കാരനെ കൊണ്ട് വന്നിരിക്കാ. ഇതൊന്നും പോരാഞ്ഞിട്ട് ഒരു കൊച്ചിനെ കൂടി കൊണ്ടുവന്നിരിക്കുന്നു. ഹലോ, എന്റെ അച്ഛൻ മാർഷൽ ആർട്സിലെ എക്സ്പേർട്ട് അറിയോ? കവി ഒന്നും മിണ്ടാതിരിക്കെ. വർമ്മൻ എന്നാ ഇങ്ങനെ നോക്കി നിൽക്കുന്ന? മോള് മുതിർന്ന ആളുകളോട് സംസാരിക്കുന്ന രീതി കണ്ടില്ലേ? സൂക്ഷിച്ച് സംസാരിക്കാൻ പറ. അവളതിന് തെറ്റൊന്നും പറഞ്ഞില്ലല്ലോ. പറഞ്ഞതൊക്കെ സത്യമല്ലേ? പാരി ഫാമിലി അത്ര മോശമൊന്നുമല്ല. ലോകത്തിലെ ടോപ്പ് 8 മാർഷൽ ആർട്സ് ഫാമിലീസില് ഞങ്ങളുടെ ഫാമിലി ഉണ്ട്. ഇവിടുന്ന് ഒരു ചായ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അത് മാർഷൽ ആർട്ടിസ്റ്റ് മാസ്റ്റർക്ക് മാത്രമേ കൊടുക്കൂ. നിന്നെപ്പോലുള്ള പിച്ചക്കാർക്കില്ല. നമ്മുടെ ഫാമിലിയിലേക്ക് ഒരു പിച്ചക്കാരൻ മരുമനായി വരാമെന്ന് വെച്ചാ നമ്മുടെ കുടുംബത്തിന് അത് എത്രമാത്രം വലിയ അപമാനമാണെന്നറിയോ? നമ്മുടെ പ്രസ്റ്റീജ് എന്താവും? ദർശിനി, വാടി ഇവിടെ. ഏയ്, നിന്നെ ആരാ അകത്തേക്ക് കയറ്റിവിട്ടെ? ഇറങ്ങിപ്പോടാ. നിതീഷ്, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞാലേ ഇതൊന്നും പറ്റില്ലെന്നും നടക്കില്ലെന്നും. പിന്നെ എന്തുദ്ദേശില്ല നീ ഇങ്ങോട്ട്? ഓരോടെ സംസാരിക്കുന്നുള്ള ബോധം വേണം. കഴിഞ്ഞ 3 വർഷമായി മാർഷൽ ആർട്സിന്റെ ദൈവം തന്നെ ഞാനാ. അടുത്ത കോമ്പറ്റീഷനിൽ ഞാൻ ജയിച്ചു കഴിഞ്ഞാ എനിക്ക് നിങ്ങളെ പാരി ഫാമിലിയിൽ നിന്ന് പുറത്താക്കാൻ കഴിയും. അതറിയാലോ? ദർശിനി എനിക്ക് കെട്ടിച്ചേരാൻ പറ്റില്ല എന്ന് പറയുന്നതിന് മുൻപ് ഇതൊക്കെ ഒന്ന് ആലോചിക്കുന്നത് നല്ലതാ. ഞങ്ങൾ ചത്താ പോലും ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. ശരി, ആയിക്കോട്ടെ. ഇനി നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്നതിൽ പ്രത്യേകിച്ച് കാര്യമില്ല. കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെ അല്ലേ? എഴുന്നേക്ക്. എടാ വൃത്തികെട്ടവനെ, നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാ എന്റെ അച്ഛനും അമ്മയെ ഉപദ്രവിച്ചത്? ഏയ്, വെറുതെ കിടന്ന് ബഹളം വെക്കാതെടി. നിന്നെ കെട്ടാൻ ഞാൻ നിന്റെ പുറകെ നടന്നപ്പോ കണ്ട പിച്ചക്കാരന്മാരുടെ പിന്നാലെ പോയിരിക്കുന്നു. ഡാ, വല്ല പിച്ചെടുത്ത് ജീവിക്കടാ. എന്റെ പെണ്ണെ കല്യാണം കഴിക്കണോ അല്ലേ? നിനക്ക് ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹമില്ലേ? അച്ഛാ, എനിക്കിവനെ ഇഷ്ടായില്ല. കുറയ്ക്കാതെ അടങ്ങി നിക്കടാ. വെറുതെ കളിക്കാൻ നിക്കല്ലേ. കയ്യിലുള്ള ചെറിയ പവറും വെച്ച് നീ എന്റെ അടുത്ത് വേലിറക്കാൻ നിൽക്കുന്നോ? നിന്നെ ഞാൻ ഈ അവസ്ഥയിൽ നിർത്തിയിട്ട് നിന്റെ കഴിവുകേട് നിനക്ക് മനസ്സിലായില്ലല്ലോ. നീ വന്നു കയറിയപ്പോ തൊട്ട് എന്നെ പിച്ചക്കാരനെന്നല്ല വിളിക്കുന്നത്. ഈ പിച്ചക്കാരനെ പോലും തടുത്തു നിൽക്കാനുള്ള കഴിവ് നിനക്കില്ലാതായി പോയല്ലോടാ. ഒന്നിനും കഴിവില്ലാത്തൊരു പൊട്ടനാടാ നീ. നീ ആരോടെ കളിക്കുന്നെന്ന് നിനക്ക് അറിയില്ലടാ. വർമ്മൻ, കെയർഫുൾ. വർമ്മൻ. ദർശിനി, എടാ അഹങ്കാരി, അതെന്റെ ഭർത്താവാ. അദ്ദേഹത്തിന്റെ മേലെ കൈവെക്കണമെങ്കിൽ അതിനെ ആദ്യം ഞാൻ മരിക്കണം. ഇന്നൊരു രാത്രിയെ നിനക്ക് സമയമുള്ളൂ. ശരിക്കും ആലോചിച്ച് നോക്ക്. നാളെ രാത്രിക്കുള്ളിൽ നീ എന്റെ അടുത്ത് വന്ന് മുട്ടുകുത്തി ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞ് കെഞ്ചണം. ഇല്ലെങ്കിൽ കുടുംബത്തോടെ കത്തിച്ച് ചാമ്പലാക്കും ഞാൻ. ഈ നിൽക്കുന്നവനെയും കൂടെ ചേർത്താ ഞാൻ പറഞ്ഞത്. ആലോചിച്ച് തീരുമാനിക്കേ. കേട്ടല്ലോ? ബൈ ബൈ. ദർശിനി, നാളത്തെ മത്സരത്തിൽ നീ പങ്കെടുക്കണ്ട. ഈ വൃത്തികെട്ടവനെ പേടിച്ച് ജീവിച്ച നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനം എന്താകും? നാളെ ഞാൻ തീർച്ചയായിട്ടും ഹരീനയ്ക്ക് പോവുക തന്നെ ചെയ്യും. നീ ഇടയിൽ വന്നില്ലായിരുന്നെങ്കിൽ അവനിപ്പോ ശവമായിട്ട് തിരിച്ചു പോയേനെ. ഒന്ന് പൊയ്ക്കേ. നിന്നെ രക്ഷിക്കാൻ ഞാൻ ഇല്ലായിരുന്നെങ്കിൽ ആരിവിടെ ശവമായി കിടക്കുന്ന നമുക്ക് കാണായിരുന്നു. നാളെ നിതീഷ് എങ്ങാനും എന്നെ തോൽപ്പിക്കുകയാണെങ്കിൽ ഞാൻ അവന്റെ ഭാര്യയായി ജീവിക്കേണ്ടി വരും. നാളത്തെ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോ തന്നെ എനിക്ക് പേടി തോന്നുക. ഇനി എങ്ങാനും ഞാൻ തോറ്റു കഴിഞ്ഞ എന്നും ഉള്ളവന്റെ ടോർച്ചർ സഹിക്കേണ്ടി വരും.
എല്ലാം ഒന്ന് നേരെയാക്കാൻ എന്റെ മുമ്പിൽ ഒരു വഴിയേ ഉള്ളൂ. ആ നിതീഷ് കാരണം ഡെയിലി ടോർച്ചർ സഹിക്കുന്നതിനേക്കാൾ നല്ലത് എന്റെ വെർജിനിറ്റി ഇവന് മുമ്പിൽ അടിയറവ് വയ്ക്കുന്നതാ. അച്ഛാ, അമ്മ പോയല്ലോ. ഇത് അമ്മ എഴുതി വെച്ചതാ. ഡിയർ വർമ്മൻ, ആ നിതീഷ് വളരെ പവർഫുൾ ആണ്. ആ അരീന നിനക്കുള്ളതല്ല. ഈ ലെറ്ററിനൊപ്പം 100 crores ഒരു ചെക്ക് കൂടെ വെക്കുന്നുണ്ട്. കോമ്പറ്റീഷൻ കഴിയുന്നതിന് മുമ്പ് തന്നെ കവിയും കൂട്ടി ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോണം. സന്തോഷത്തോടെ നിങ്ങൾ നിങ്ങളുടെ ജീവിതം ആരംഭിക്കണം. കവി, നമുക്ക് പോയാലോ? വാ. രണ്ടും ഇപ്പൊ തന്നെ പാതി ചത്ത പോലെ ആയല്ലോ. ഇനിയും ഫൈറ്റ് ചെയ്യാനുള്ള ആരോഗ്യം ഉണ്ടോ എന്തോ. അമ്മേ, നിന്നോട് ആരാ മോളെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു? ഇങ്ങോട്ട് വരണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ. ഹേ ഹണി, വെൽക്കം ടു അരീന. നിന്റെ മുന്നിൽ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, നിനക്കിവിടെ ചാവാം, അല്ലെങ്കിൽ എന്റെ സ്വന്തം ആവണം. ഇതിലേത് വേണമെന്ന് നീ തീരുമാനിച്ചോ. നീ തന്നെയായിരിക്കും ജയിക്കാന്ന് എന്ത് ധൈര്യത്തിലാ നീ ഇപ്പൊ പറഞ്ഞത്? എന്നെ എതിർക്കാൻ ഒരുത്തനും ഇവിടെ ഇല്ല എന്നുള്ളതാണ് എന്നെ പോലുള്ള വീരന്മാരുടെ ധൈര്യം. എന്താ ഞാൻ പറഞ്ഞു ശരിയല്ലേ? കറക്റ്റ് അല്ലേ ദർശു? അതല്ല, ഇനി ഇവിടെ നിൽക്കുന്ന ഏതെങ്കിലും ആണൊരുത്തന് ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പോര്. ഡാ, നീ റെഡിയാണോ? നീ റെഡിയാണോ? ആരെങ്കിലും ഒന്ന് വാന്നേ. ഇന്ന് മാർഷൽ ആർട്സിൽ എന്നെ തോൽപ്പിക്കാൻ ഒരുത്തനുമില്ല. ഞാൻ ഇന്ന് ഈ ലെവൽ വരെ എത്തിയത് വെറുതെ ഒന്നല്ല. പാരി ഫാമിലിയിൽ ഇത്രയും കാലമായിട്ടും ചങ്കൂറ്റുള്ള ആരുമില്ലേ? എനിക്ക് മരുന്നിന് പോലും ആരുമില്ല. ആരുമില്ലെന്ന് പറയാൻ നീ ആരാ? ഞാനുണ്ട്. ദർശിനി, നീ എന്താ മോളെ ഇത്? ഭാര്യ ഫാമിലിയിൽ അവനെ ജയിക്കാനും മാത്രം ആരുമില്ല മോളെ. അച്ഛാ, നിതീഷ് ജയിക്കുകയാണെങ്കിൽ അവന്റെ അധികാരം ഉപയോഗിച്ച് നമ്മളെ മുഴുവനായി നശിപ്പിച്ചു കളയും. അത് മറക്കരുത്. എന്തായാലും നമ്മൾ ശ്രമിച്ചു നോക്കിയേ പറ്റൂ. എന്റെ മുന്നിൽ മറ്റു വഴികളില്ല. ദർശിനി, നിന്റെ പവേഴ്സിന് എന്ത് പറ്റി? അറിയില്ലമ്മ. ഇന്നലെ രാത്രി ഞാൻ വർമ്മന്റെ ഒപ്പമായിരുന്നു. അവന്റെ ഉള്ളില് എന്തോ മിസ്റ്റീരിയസ് ആയിട്ട് ഒരു പവർ ഉള്ളതായിട്ട് എനിക്ക് തോന്നി. കാലത്ത് മുതൽ എന്റെ പവർ ഭാഗികമായി കുറഞ്ഞുകൊണ്ടിരിക്കുക. നിനക്കെന്താ മോളെ ഭ്രാന്തായോ? ഒരു ഗതിയില്ലാത്ത പിച്ചക്കാരന്റെ കൂടെ പോയി കിടന്നിരിക്കുന്നു. അവൻ നിന്നെ എന്തിനെങ്കിലും ഫോഴ്സ് ചെയ്തോ? പറയേ. എന്ത് കാര്യവും മോളെ ദർശിനി നീ ചെയ്തിരിക്കുന്നേ? ഇപ്പൊ നിനക്ക് നിതീഷിന്റെ മുമ്പിൽ നിൽക്കാൻ പോലും ആവില്ല. ദർശിനി, നീ ഇവിടുന്ന് പോവാൻ നോക്ക്. ഞങ്ങൾ നോക്കിക്കോളാം ഇവനെ. അതെ മോളെ, നീ പോവാൻ നോക്ക്. പറയുന്നത് കേക്ക്. നീ മര്യാദയ്ക്ക് പോ. നിന്നെ കൊണ്ട് ഇവനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല. മോളെ ദർശിനി, ദർശിനി പറയുന്നത് കേക്ക്. ദർശു,
നിന്നെ കൊണ്ട് പറ്റില്ല. റിസ്ക് എടുക്കണ്ട. നാണമില്ലേ ഒരു പിച്ചക്കാരനെ കെട്ടി കൂടെ കൊണ്ട് നടക്കുക? മാർഷൽ ആർട്സിന്റെ ദൈവമാടി ഞാൻ. എന്റെ ഭാര്യ അവതല്ലേ എന്താടി കുഴപ്പം? നിതീഷ്, നിനക്കെന്നെ വേണമെന്ന് എനിക്കറിയാം. പക്ഷേ ഇന്നലെ രാത്രി വർമ്മന് ഞാൻ എന്നെ മുഴുവനായി നൽകി കഴിഞ്ഞു. നീ എന്താ ഈ പറയുന്നേ? അപ്പോ ഈ പിച്ചക്കാരനെ കൂടെയാണോ കിടന്നേ? നീ ഇത്രയും തരം താഴ്ന്നു പോയോ? നോണമില്ലാത്ത നിന്നോണ്ടല്ലോ. മോളെ, ഇങ്ങനൊരു ഒരു പിച്ചക്കാരന്റെ കൂടെ കിടന്നിട്ട് എന്റെ മുന്നിൽ വന്ന് അഭിമാനത്തോടെ പറയുമല്ലേ? എന്നിട്ട് എവിടെ പോയി നിന്റെ പിച്ചക്കാരൻ എന്റെ മുന്നിലേക്ക് വരാനുള്ള ധൈര്യമില്ലേ അവന്? ഇതുവരെ നിനക്ക് മനസ്സിലായില്ലേ അവൻ എത്ര വലിയ കഴിവ് കെട്ടവനാണെന്ന്? എന്തായാലും വർമ്മനും കവിയും ഇപ്പൊ ഇവിടുന്ന് പോയി കാണും. ഇപ്പൊ ഞാൻ നിന്നെ ആദ്യം കൊല്ലാം. അത് കഴിഞ്ഞിട്ടാ പിച്ചക്കാരൻ. നിങ്ങൾ രണ്ടും തീർന്നിട്ട് ഒരു കുട്ടി പിശാച് അവന്റെ കൂടെ കറങ്ങി നടക്കുന്നില്ലേ? അവളുടെ കാര്യം ഞാൻ തീർക്കും. എന്റെ പവറിന് എന്ത് പറ്റി? എന്റെ അമ്മയെ വേദനിപ്പിച്ച് നിന്നെ ഞങ്ങൾ വെറുതെ വിടില്ല. കവി, വർമ്മൻ, നിങ്ങൾ എന്താ ഇവിടെ? നിങ്ങളോട് ഞാൻ ഇങ്ങോട്ടേക്ക് വരരുതെന്ന് പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ വന്നത്? ഞങ്ങൾ അമ്മയെ രക്ഷിക്കാൻ വേണ്ടിയാ വന്നത്. വർമ്മൻ, നിനക്ക് കുറച്ചെങ്കിലും ബോധമുണ്ടോ? നീ കാരണമാണ് മാമിന്റെ പവർ എല്ലാം പോയത്. അതുകൊണ്ട് മാമിന് ഇവനെ എതിർത്ത് നിൽക്കാൻ പറ്റുന്നില്ല. ദർശിനി ഈ കോമ്പറ്റീഷനിൽ പങ്കെടുത്തത് തന്നെ നിതീഷിനെ വിൻ ചെയ്യുന്നവനെ കണ്ടുപിടിക്കാൻ വേണ്ടിട്ടാ. അവസാനം നിന്നെപ്പോലെ ഒരു പ്രയോജനം ഇല്ലാത്തവനെ കൂട്ടിക്കൊണ്ട് വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. വർമ്മൻ, ഉറപ്പായിട്ട് നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ദർശിനി നിന്നെ കൂട്ടിക്കൊണ്ടു വന്നത് ഞങ്ങളുടെ ബാഡ് ലക്കാ. നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നേ? പുറത്തു പോ. ഇവൻ ഒരാളേ ഉള്ള ഓപ്പണന്റ്. ഇവനെ ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ കുറച്ചു നേരം ഒന്ന് ക്ഷമിക്കേ. വെറുതെ വായി തോന്നുന്ന വിളിച്ച് പറയാതെ മണ്ട. അവൻ ആരാണെന്ന് അറിയോ നിനക്ക്? മാർഷൽ ആർട്സില് ലാസ്റ്റ് 3 years ആയിട്ട് അവനാ ടോപ്പ്. അവനെ ഒരാൾ ജയിച്ചതായിട്ട് ചരിത്രമില്ല. എന്ത് ധൈര്യം ഉണ്ടായിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന നീ? ഇവനെന്താ മാർഷൽ ആർട്സിന്റെ ദൈവ? ഇവൻ എന്തായാലും എന്റെ മുന്നിൽ ഒന്നുമല്ല. ഹണി, നീ ഇപ്പൊ നല്ല ടയേർഡല്ലേ? നീ ഇനി പേടിക്കണ്ട. ഇവന്റെ കാര്യം ഇനി ഞാൻ നോക്കിക്കോളാം. ഇല്ല, ഇപ്പൊ ഞാൻ പുറത്തു വരികയാണെങ്കിൽ അത് ഞാൻ തോറ്റതിന് തുല്യ. അതെന്റെ കുടുംബത്തിന്റെ മാർഷൽ ലെഗസി വരെ ബാധിക്കുന്ന കാര്യമായി മാറും. വർമ്മൻ, നിനക്ക് മരിക്കാൻ അത്രയ്ക്ക് ആഗ്രഹമുണ്ടോ? ഇവനെ തോൽപ്പിക്കാൻ എന്തായാലും നിനക്ക് പറ്റില്ല. ഓ, വെറുപ്പിക്കല്ലേ. നിങ്ങളുടെ ഈ സ്നേഹപ്രകടനം എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല. നീ ആദ്യം ചാവണം. Heaven and hell, the golden bell comes. കവി,
നിനക്ക് മാർഷൽ ആർട്സ് അറിയോ? ഇതൊരു ഗോൾഡൻ ബെൽ. യൂസ്ലെസ് അറ്റാക്ക്. ശരി, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇപ്പൊ ചാവണം, അത്രയല്ലേ ഉള്ളൂ. നിങ്ങൾ വിഷമിക്കണ്ട, അധിക സമയം എടുക്കില്ല. നിന്റെ കൺമുന്നിൽ വെച്ച് ഈ രണ്ടെണ്ണത്തിനെ ഞാൻ തീർത്തു തരാം. അതുപോലെ നിതീഷ്, ഇത് നമുക്കിടയിൽ മാത്രമുള്ളൊരു പ്രശ്നം. അതിലേക്ക് അവരെയും കൂടെ വലിച്ചിടരുത്. നീ അവരോട് ഒരുപാട് ദയൊന്നും കാണിക്കാൻ നിൽക്കല്ലേ. ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവര് രണ്ടുപേരും തീരും. അതീ കുറഞ്ഞൊരു ശിക്ഷയില്ല. ദർശിനി, ഇവൻ വെറും ഒരു പിച്ചക്കാരനാ. ഇവന് വേണ്ടി നീ എന്തിനാ മോളെ റിസ്ക് എടുക്കുന്നേ? നീ അവനെ ഉപേക്ഷിച്ചിട്ട് വാ. വർമ്മൻ, ഇതെല്ലാം നീ ഒരാൾ കാരണമാ. നീ ദർശനയുടെ ലൈഫിലേക്ക് വരാതിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. ഇവക്ക് എന്തു തന്നെ സംഭവിച്ചാലും നീയാ കാരണക്കാരൻ. പേടിക്കണ്ട ആന്റി, ദർശനയ്ക്കൊന്നും സംഭവിക്കില്ല. ഇവിടെ ഞാനില്ലേ. അവനെ കൊണ്ടൊരു പോറല് പോലും ദർശനയുടെ ദേഹത്തുണ്ടാക്കാനാവില്ല. വർമ്മൻ, ദർശിനി മാമാണ് നിന്നെ രക്ഷിച്ചത്. എന്നിട്ട് നീ പറയുന്നത് കേട്ടാത്തൊന്ന് നീയാണ് അവരെ രക്ഷിച്ചതെന്ന്. മര്യാദയ്ക്ക് കവിയും കൂട്ടി ഇവിടുന്ന് പൊയ്ക്കോ. അച്ഛാ, ദേ നോക്കിയേ. ഗോ ടു ഹെൽ. ബ്ലാക്ക് സ്പിരിറ്റിന്റെ പവർ കാണാൻ. നീ ഇച്ചിരി കൂടെ ഒന്ന് വളരട്ടെ എന്റെ ഭാര്യയുടെ ദേഹത്ത് കൈവയ്ക്കാൻ. 3 തവണ മാർഷൽ ആർട്സിൽ വിൻ ചെയ്താ നീ അത്ര വലിയ ആളാവും. വെറുതെ കുരയ്ക്കാതെടാ. എന്നെ തൊടാനുള്ള ധൈര്യം നിനക്ക്. വെറുതെ വാശി പിടിക്കാൻ നിൽക്കല്ലേ. നിന്നെ കൊല്ലാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അങ്ങനെ ആഗ്രഹിച്ചു കഴിഞ്ഞ ഇപ്പൊ നീ ശവപ്പെട്ടി കിടന്നാന്. എടാ നിന്നെ. മാഡം, നമ്മൾ പറയുന്നതൊന്നും കേൾക്കാതെ അവൻ അകത്തേക്ക് വന്നത് കണ്ടില്ലേ? ഇവൻ അഹങ്കാരം കുറച്ച് കൂടുതലാ. എന്ത് ധൈര്യത്തിൽ അവൻ അകത്തേക്ക് വന്നേ? 10 വർമ്മം വന്നാ പോലും നിതീഷിനെ തോൽപ്പിക്കാൻ പറ്റില്ല. ഡോൺ വെറി ആന്റി, ഇവന്റെ കാര്യം എനിക്ക് വിട്ടേക്ക്, ഞാൻ ഏറ്റുന്നേ. കവി, നീ നിന്റെ അമ്മയെ ഒന്ന് ശ്രദ്ധിക്ക്. ഞാൻ ഏറ്റു അച്ഛാ. ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി സമ്മതിപ്പിക്കാൻ നോക്കുന്നില്ലേ? നീ എന്തൊരു നാണം കെട്ടവനാ. ഇന്ന് നിന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കാം. ദർശിനിയാണ് പാരി ഫാമിലിയില് ആകെ കഴിവുള്ള ഒരാള്. അവൾക്ക് എന്റെ കൈകൊണ്ട് ചാവാനുള്ള എല്ലാ അർഹതയും ഉണ്ട്. പക്ഷേ നിന്നെപ്പോലുള്ള തെരുവ് നായ്ക്കൾക്കൊക്കെ എന്റെ കൈകൊണ്ട് ചാവാനുള്ള ഒരു യോഗ്യതയും ഇല്ല. ഏയ്, നീ അപ്പൊ തിരിച്ചു പോവാ? എന്തുപറ്റി? പേടിയാ? പേടിയോ? എനിക്കോ? അതെ അതെ അതെ, എനിക്ക് ഭയങ്കര പേടിയാ. നീ ഇപ്പൊ തന്നെ ഇവിടെ കിടന്ന് ചാവൂലെന്ന് ആലോചിക്കുമ്പോ എനിക്ക് കുറച്ച് പേടിയുണ്ട്. എന്നാലും ഇതെങ്ങനെ നീ ബ്ലോക്ക് ചെയ്യുന്നേ? മാർഷൽ ആർട്സിന്റെ ദൈവത്തിന് ഇത് എന്തു പറ്റി? എങ്ങനെയാ തിരിച്ചടിക്കണ്ടെന്ന് അറിയാതെ കണ്ണുപിടിച്ച് നിൽക്കുന്ന കണ്ടില്ലേ? ഇപ്പൊ മനസ്സിലായോ കഴിവില്ലാത്തവനെന്ന് വിളിച്ചത് എന്തിനാന്ന്? What? ഞാൻ എന്തൊക്കെയാ കാണുന്നത്? എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ലോർഡ് ഓഫ് മാർഷൽ ആർട്സ് ഒരു പിച്ചക്കാരനോട് തോറ്റുപോയെന്നോ? ഇങ്ങനെയുള്ള ഒരാളെ പറ്റി ഞാൻ മുമ്പ് കേട്ടിട്ട് പോലുമില്ലല്ലോ. ആരവൻ? വർമ്മൻ എങ്ങനെ ഇത്രയും പവർ കിട്ടുന്നത്? അമ്മ പേടിക്കല്ലേ, അച്ഛൻ നല്ല സ്ട്രോങ്ങാ. ഉറപ്പായിട്ട് അച്ഛനെ ജയിക്കൂ. അയ്യോ, അത് പോയിസൺ പില്ലല്ലേ? ഏയ്, ഭ്രാന്തുണ്ടോ നിനക്ക്? അത് ബാൻ ചെയ്ത ഡ്രഗാണെന്ന് നിനക്ക് അറിയില്ലേ? എന്തിനാ അത് കഴിച്ചേ? ഇതിപ്പോ കഴിച്ചതിന് പേരില് എനിക്ക് എന്ത് തന്നെ സംഭവിച്ചാലും ഒരു കുഴപ്പമില്ല. പക്ഷെ നീ രക്തം ഛർദ്ദിച്ച് ചാവുന്ന എനിക്ക് കാണണം. വർമ്മൻ, ഇത് നിതീഷിന്റെ ഒരു യുണീക് സ്റ്റൈലാ. നമുക്ക് വേഗം പോവാം. നമ്മളെന്തിനാ പോകുന്നത്? താനൊന്ന് വെയിറ്റ് ചെയ്യും.
അത് സാധാരണ ഒരു മരുന്നൊന്നും അല്ല, അതൊരു പോയിസണസ് പില്ല. അത് കഴിക്കുമ്പോ അവന്റെ ശക്തികൾ 3 ഇരട്ടിയായി കൂടും. അവനെ കൊണ്ട് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അവനൊന്നുമില്ലാത്ത അവസ്ഥയാവുന്നത് കണ്ടോ നീ? പറയുന്നത് എന്താ അനുസരിക്കാത്ത നീ? വാ ഇവിടുന്ന് പോകാം. ഈശ്വര, എല്ലാം അവസാനിക്കാൻ പോവാന്ന് എനിക്ക് തോന്നുന്നു. അടുത്ത നിമിഷം അവന്റെ കൈ ഒടിക്കുന്നത് ഞാൻ കാണിച്ചു തരട്ടെ. എന്താ തമാശ കളിക്കാണോ? അതിനുള്ള സമയമല്ല ഇത്. വാ. ഞാനിപ്പോഴും തമാശ പറയാന്ന് വിചാരിക്കുന്നത്. നിക്ക്, ഇതൊന്ന് തടയാൻ ശ്രമിച്ചു നോക്കടാ. നിതീഷിന്റെ മൂവ് ഇവനെ പോലെ ഒരുത്തിനെ കൊണ്ട് എങ്ങനെ തടയാൻ പറ്റിയേ? എന്നാൽ ഇതിനുള്ള ട്രെയിനിങ് ഇവൻ എവിടുന്നാ കിട്ടിയത്? ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. നിതീഷിന്റെ പോയിസണസ് അറ്റാക്ക് പോലും വളരെ നിസ്സാരമായിട്ട് അവൻ തകർത്ത് കളഞ്ഞല്ലോ. നമ്മൾ ഈ കാണുന്നതൊക്കെ സത്യം തന്നെയാണോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നമുക്കെന്തോ മിസ്റ്റേക്ക് സംഭവിച്ചെന്നാ തോന്നേ. സർ, മാഡം ഒന്ന് ആലോചിച്ച് നോക്ക്. വർമ്മന് ശരിക്കും ഇത്രയും പവറൊന്നുമില്ല. ഇന്നലെ രാത്രിക്ക് ശേഷമായിരിക്കും ഇവൻ ഇത്രയും പവർ കിട്ടിയത്. അപ്പോഴല്ലേ മാഡത്തിനും പകുതി പവർ കുറഞ്ഞത്. വർമ്മൻ ദർശിനി മാഡത്തിൽ നിന്നും പവർ മൊത്തമായിട്ട് അട്രാക്ട് ചെയ്തോ? നീ പറഞ്ഞതിൽ കാര്യമുണ്ട്. അത് തന്നെയായിരിക്കണം സംഭവിച്ചത്. അതെ, ഇതിൽ ആശ്ചര്യപ്പെടാനായിട്ടൊന്നുമില്ല. അല്ലെങ്കിൽ ഇവനെ പോലത്തെ ഒരു പിച്ചക്കാരന് ഒരു രാത്രി കൊണ്ട് എങ്ങനെ ഇത്രയും പവർ കിട്ടുക? ഇവര് പറയുന്നതൊന്നും സത്യമാകാൻ സാധ്യതയില്ല. വർമ്മനാണ് മുഴുവൻ മാർഷൽ ആർട്സിന്റെയും പവർ ഹൗസ്. എടാ നായേ, നിന്നെ ഞാൻ വെറുതെ വിടുന്ന കരുതണ്ട. നീ ഇതിനി അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. അതെ, നിന്നോട് ഞാൻ പോവാൻ പറഞ്ഞില്ലല്ലോ. നിന്റെ അനുവാദം ആർക്കു വേണം? കരികാലം ഫാമിലിയെ പറ്റി നിനക്കൊരു ചുക്കും അറിയില്ല. എന്നെ ഇവിടെ വെച്ച് കൊന്നാ നിന്റെ കൊച്ചിനെ ഇവളെയും കൂട്ടിയിട്ട് ഇവിടുന്ന് ജീവനോടെ പോകാൻ പറ്റുമെന്ന് വിചാരിച്ചോ? നീ ആരായാലും എനിക്കെന്താടാ. പക്ഷേ എന്റെ പെണ്ണിന്റെ ദേഹത്ത് കൈവയ്ക്കരുത്. വെച്ചാ നിന്റെ ഫാമിലി എന്നല്ല, ഈ ലോകം മുഴുവൻ വന്നാലും നിന്നെ രക്ഷിക്കാനാവില്ല. നിങ്ങൾ എന്ത് കാഴ്ചയാണ് നിൽക്കുക? ഞാൻ ഈ പിച്ചക്കാരന്റെ കൈകൊണ്ട് ചത്തോ എന്റെ മുത്തശ്ശൻ നിങ്ങളൊക്കെ ജീവനോട് വെക്കുന്നു തോന്നുന്നുണ്ടോ? ഒറ്റ ഒരെണ്ണത്തെ വിടാതെ കത്തിച്ച് ചാമ്പലാക്കും. എന്താ പറഞ്ഞേ? നിതീഷിന്റെ മുത്തശ്ശൻ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാൻ പോകുന്നോ? ഒരു 7 വർഷം മുൻപ് നമ്മളെ അദ്ദേഹം കൊല്ലാതെ വെറുതെ വിട്ട് പോയതാ. ഇനിയും തിരിച്ചു വന്ന നമ്മുടെ അവസ്ഥ എന്താവും? ആലോചിക്കുമ്പോ തന്നെ പേടിയാവുക. അയ്യോ, നിതീഷിനൊന്നും സംഭവിക്കാൻ പാടില്ല. എടാ നായിന്റെ മോനെ, അദ്ദേഹത്തെ വിട്ടേക്ക്, അല്ലെങ്കിൽ നിന്നെ ഉണ്ടല്ലോ. ഇവനെ വിടാൻ എന്തിന്? അദ്ദേഹത്തെ വെറുതെ വിടുന്ന നല്ലത്. ഇല്ലെങ്കിൽ നിനക്ക് ഇവിടുന്ന് ജീവനോടെ പോകാൻ പറ്റില്ല. എന്താടാ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലെന്നുണ്ടോ? ഞങ്ങൾ എല്ലാവരും ഒന്ന് വിചാരിച്ചാ മതി, പിന്നെ നീ ബാക്കിയുണ്ടാവില്ല, ഓർത്തോ? വർമ്മൻ സ്റ്റോപ്പ്. നിതീഷിനെ വിട്ടേക്ക്. പാരി ഫാമിലി നീ കാരണം വലിയ ആപത്തിലാ പെട്ടിരിക്കുന്നത്. കേട്ടില്ലേ? അവർക്ക് ജീവനി കൊതിയുണ്ട്. എന്നെ വിട്, അതാ നിനക്കൊക്കെ നല്ലത്. അങ്ങനെ നിന്നോട് ക്ഷമിച്ച് നിന്നെ വിടണമെങ്കിൽ നീ എന്റെ മുന്നിൽ മുട്ടുകുത്തി എന്നോട് അപേക്ഷിക്കണം. നിന്നോട് ക്ഷമിക്കണോ വേണ്ടതെന്ന് ഞാൻ അപ്പം ആലോചിക്കാം. വർമ്മൻ, അവനെ വിട്. നീ തന്നെയാണ് ജയിച്ചതെന്ന് ഞങ്ങൾ എല്ലാവരും അംഗീകരിക്കുന്നു. ഇതിനപ്പുറത്തേക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകണ്ട, പ്ലീസ്. നീ നിതീഷിനെ എങ്ങനെ കൊന്നു കളഞ്ഞ ഞങ്ങള് നിന്നോടൊപ്പം നിൽക്കുമെന്ന് നീ കരുതണ്ട. വർമ്മൻ, നീ എന്നെ രക്ഷിക്കാൻ വേണ്ടി വന്നാന്ന് എനിക്കറിയാം. പക്ഷേ നീ അവനെ കൊന്നു കഴിഞ്ഞാ കരികാലൻ ഫാമിലിയിലെ എല്ലാവരും നിനക്ക് എതിരായിട്ട് വരും. നീ കവിയും വിളിച്ചോണ്ട് ഇവിടുന്ന് പൊയ്ക്കോ. എനിക്ക് വേണ്ടി നീ റിസ്ക് എടുക്കണ്ട. അണി, ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞില്ലേ, ഇവനെ കൊണ്ട് നിന്റെ ദേഹത്തൊരു പോറൽ പോലും വരുത്താനാവില്ലെന്ന്. ഇനി ആര് വന്നാലും അത് നടക്കില്ല. നിതീഷിനൊന്നും പറ്റരുത്. നിതീഷ് മരിച്ച നമ്മളാരും ജീവനോടെ ബാക്കിയുണ്ടാവില്ല. ഇവിടെ നിന്ന് ചാവാൻ പോകുന്നത് ഞാനില്ല, ഈ നിൽക്കുന്നവരാ. ഒറ്റൊരെണ്ണം ബാക്കി കാണില്ല. ഓ, അപ്പൊ ഇതൊക്കെ കയ്യിലുണ്ടായിരുന്നല്ലേ?
എടാ, എന്റെ മുത്തശ്ശൻ എനിക്ക് തന്ന കവചം എന്റെ കൂടെ ഉണ്ട്. ഇതുള്ളിടത്തോളം എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അതെ, നിങ്ങളെല്ലാവരും എന്ത് നോക്കിക്ക? ഈ തെരുവ് നായി ഇവിടെ കിടന്ന് കാണിച്ചു കണ്ടില്ലേ? അവനെ പോയി കൊല്ലാൻ നോക്ക. ചെല്ല്. നീ ഞങ്ങളുടെ നിതീഷ് സാറിന് നേരെ കൈപൊക്കാൻ ധൈര്യം കാണിച്ചല്ലേ? ഇനി നീ ജീവനോടെ എങ്ങനെ പുറത്തു പോകുന്നു നോക്കണല്ലോ. ഇതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞത് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പോയിക്കോളാൻ. കേട്ടില്ലല്ലോ? നിന്നെ കൊണ്ട് ഇത്രയും പേരെ കീഴ്പ്പെടുത്താനൊന്നും കഴിയില്ല. ഇനിയെങ്കിലും ഞാൻ പറയുന്നൊന്ന് കേക്ക്. കവിയും വിളിച്ചോണ്ട് പോവാൻ നോക്ക്. ഇവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഇത് ഞാനും നിതീഷും തമ്മിലുള്ള പ്രശ്നമല്ലേ? എന്ത് സംഭവിച്ചാലും ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. നിങ്ങൾ ആരും അകത്തേക്ക് വരരുത്. ഇനിയും നിങ്ങൾ എന്തിനു വേണ്ടി കാത്തു നിൽക്കുന്നേ? ഞാൻ പറഞ്ഞു കേട്ടില്ലേ? ഇവൻ കാരണം നിങ്ങൾക്ക് ചാവണമെന്ന് ആഗ്രഹമുണ്ടോ? വേണ്ടെങ്കിൽ അവനെ കൊല്ലാൻ പറഞ്ഞില്ലേ? എല്ലാരും വാ. മാം, ഈ വൃത്തികെട്ടവന് വേണ്ടി നിങ്ങൾ എന്തിനാ ഇങ്ങനെ റിസ്ക് എടുക്കുന്നേ? ഇവന് വേണ്ടി സ്വന്തം ഫാമിലിയെ തന്നെ അപകടത്തിലാക്കണോ? സർ, മാഡം, നിങ്ങളെങ്കിലും ഇവരോടൊന്ന് പറ. വർമ്മൻ നിതീഷിനെ അറ്റാക്ക് ചെയ്തത് തെറ്റാണെങ്കിലും അതെന്റെ മോള് ദർശനിക്ക് വേണ്ടി ചെയ്തതാ. ഞങ്ങൾ ഇവിടെ ഉള്ളിടത്തോളം കാലം നിങ്ങൾക്കാർക്കും അവനെ തൊടാൻ പോലും പറ്റില്ല. എന്ത് കാണാൻ ഇനി ഇവിടെ നിൽക്കുന്നേ? കുഞ്ഞിനെ കൂട്ടി പോവാൻ നോക്ക്. എന്റെ കാര്യത്തിന് വേണ്ടി നിങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ സന്തോഷമുണ്ടെങ്കിലും ഇവനെയൊക്കെ തോൽപ്പിക്കാന്ന് പറയുന്നത് ഈസിയാ. നിങ്ങളെല്ലാവരും വെറുതെ കണ്ടു നിന്നാ മതി. ഇവനെയൊക്കെ കൊതുകിനെ ഞെരിക്കുന്ന പോലെ ഞെരിച്ച് കാണിച്ചുതരാം. വർമ്മൻ, നീ എന്താ കരുതുന്നേ? നീ ഒറ്റയ്ക്ക് ഇവിടെ നിന്നിട്ട് ഇവരൊക്കെ തോൽപ്പിക്കാവുന്നാണോ? ശരിക്കും നിനക്ക് ഭ്രാന്തുണ്ടോ? നീ ദർശനിയുടെ പവർ അപഹരിച്ചെടുത്തു വെച്ച് നീ പവർഫുൾ ആയി എന്നൊന്നും വിചാരിക്കണ്ട. മനസ്സിലായല്ലോ? മര്യാദയ്ക്ക് ഇവിടുന്ന് പോവാൻ നോക്ക്. നന്ദിയില്ലാത്തവൻ. ദർശിനി മാമിന്റെ പവർ ഇല്ലായിരുന്നെങ്കിൽ നിനക്ക് ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കാൻ സാധിക്കുമായിരുന്നോ? ഓ, അപ്പൊ നിന്റെ ഈ പവറൊക്കെ അവളുടെ കൂടെ കിടന്നോട് കിട്ടിയതായിരിക്കും അല്ലേ? വെറുതെ അല്ല. നിന്നെ പോലുള്ളവരെ കുടുംബത്തിൽ കയറ്റിയുണ്ടല്ലോ, ഇതുപോലുള്ള കുരുട്ടുബുദ്ധിയല്ലേ കാണിക്കുള്ളൂ. ഇവർക്ക് അങ്ങനെ തന്നെ വേണം. നിന്റെ കുടുംബത്തെ മുഴുവനും വേരോടെ നശിപ്പിക്കാൻ പോവാ ഞാൻ. നീ എന്ത് നോക്കി നിക്ക? ഇവിടുന്ന് പോ വർമ്മൻ. അവൻ ഇവിടുന്ന് എവിടേക്കും പോവില്ലേ. ഇന്ന് നീയും നിന്റെ കുടുംബവും മാത്രമല്ല, അവനും എന്റെ കൈകൂടെ ചാവാൻ പോവാ. കവി നിന്റെ കൺമുന്നിൽ കടന്ന് മരിക്കുന്നത് കാണണമെന്നാണോ നിന്റെ ആഗ്രഹം? പോ ഇവിടുന്ന്. അമ്മേ, അമ്മ ഇങ്ങനെ പേടിക്കണ്ട. ഈ ബാഡ് ബോയ്സ് അറ്റാക്ക് ചെയ്താ ഇവരെ ഞാൻ നോക്കിക്കോളാം. കവി, നീ ഒരു ചെറിയ കുട്ടിയാ. അപ്പുറത്ത് പോ. ഈ കൊച്ചുപണിനെ വെച്ചിട്ടാണോ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്? ഈ കൊച്ചിനൊക്കെ വെച്ച് ഫൈറ്റ് ചെയ്യാൻ നിനക്കൊന്നും നാണമില്ലേ? നിങ്ങളൊക്കെ ഇത്രക്കാരായിരുന്നല്ലേ? നിങ്ങൾക്കൊന്നും ഇവിടെ നിൽക്കാനുള്ള അർഹത പോലും ഇല്ല. നിങ്ങളെപ്പോലുള്ള വേസ്റ്റുകൾ ഇവിടെ നിൽക്കുമ്പോൾ എനിക്കെന്തുകൊണ്ട് നിന്നൂടെ? ഈ നിതീഷിനെ തോൽപ്പിക്കാനുള്ള ധൈര്യമില്ലാതെ അവൻ ചെയ്യുന്നത് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും എല്ലാവരും അവനെ തന്നെ സപ്പോർട്ട് ചെയ്യല്ലേ? ഷെയിംലെസ് ഇഡിയറ്റ്സ്. ഞങ്ങൾ കരികാലൻ ഫാമിലിയിലെ ഗ്രേറ്റ് വാരിയേഴ്സാ. കൂടുതൽ സംസാരിക്കണ്ട. അത് ആർക്കും നല്ലതിനാവലെന്ന് അറിയാലോ. നീ പറഞ്ഞത് ശരിയാ. നമ്മുടെ മാർഷൽ ആർട്സിനെ പറ്റി സംസാരിക്കാനായിട്ട് ഇവിടെ ആർക്കും അർഹതയില്ല. മോദി ഒന്ന് നിർത്തുന്നുണ്ടോ? സംസാരിച്ച് സമയം കളയുന്നത് എന്തിനാ? അടിച്ചു കൊല്ലവനെ. എടാ പൊട്ടാ, ധൈര്യമുള്ളവന്റെ കൂടെ നേരിട്ട് മുട്ടാൻ നിൽക്കാതെ ഇവിടെ ബാക്കിയുള്ളവരൊക്കെ നീ ഇങ്ങനെ പേടിപ്പിക്കല്ലേ? ഇപ്പോഴേ മനസ്സിലായില്ലേ നിനക്ക് നീ എന്തുമാത്രം കഴിവില്ലാത്തവനാണ്? ഇവനിതെങ്ങനെ ജയിച്ചേ? ഓ മൈ ഗോഡ്, അത് ഒരു ഒറ്റ മൂവില് ഇത്രയ്ക്ക് പവർ ഉണ്ടായിരുന്നു ഇവന്റെ കയ്യില്. വർമ്മൻ, നീ ആകെ ഒരു ദിവസമല്ലേ എന്റെ ഒപ്പം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എങ്ങനെയാ നിനക്ക് ഇത്രയ്ക്ക് ശക്തി കിട്ടിയത്? ഹണി, സത്യം പറയുകയാണെങ്കിൽ ഞാൻ പണ്ട് മുതലേ ഭയങ്കര പവർഫുള്ളാണ്. എന്താ നിനക്ക് വിശ്വാസമില്ലേ? ഇല്ല. അമ്മേ, അച്ഛൻ ഇത്രയും നേരമായിട്ടും ഫുൾ സ്ട്രെങ്ത് യൂസ് ചെയ്തിട്ടില്ല. നിന്നെ കൊണ്ടൊക്കെ എന്തിനു കൊള്ളാം? ഇത്ര ആൾക്കാരുണ്ടായിട്ട് ഒരു പിച്ചക്കാരനെ പോലും തോൽപ്പിക്കാൻ പറ്റില്ലേ? ഇത് പുറത്തിറങ്ങി തലയുയർത്തി നടക്കാൻ പറ്റില്ല. ഉള്ള മാനവും പോവും.
ഞാൻ എന്റെ ആളുകളൊക്കെ വിളിച്ചു വരുത്താം. ഇന്നത്തോടെ അവന്റെ പണി തീർക്കണം. അമ്മേ, അയാൾ ആരെയാ വിളിക്കുന്നേ? അവരവരുടെ ക്ലാനിനെ വിളിക്കാൻ പോവാ. അടുത്ത 15 മിനിറ്റ്സിനുള്ളിൽ കരികാലൻ ഫാമിലിയുടെ മൊത്തം അവകാശങ്ങൾ ഇവിടേക്ക് വരും. വർമ്മൻ, നമുക്ക് വേഗം ഇവിടുന്ന് പോവാം. അവരിപ്പോ തന്നെ വരും. ഹണി, നീ ഇങ്ങനെ പേടിക്കല്ലേ. എത്ര പേര് വന്നാലും അവരുടെ കാര്യം ഞാൻ ഏറ്റു. അവരൊരു 1000 പേരിന് മുകളിലെങ്കിലും ഉണ്ടാവും. അവരുടെയൊക്കെ പവേഴ്സിനെ പറ്റി നിനക്കറിയില്ല. പറയുന്നത് കേക്ക്. എല്ലാരും കൂടെ ചേർത്ത് ഫ്രോഡ് കളിച്ച് ഈ നായയുടെ മുന്നിൽ എന്നെ തോൽപ്പിച്ചു അല്ലേ? എന്റെ മുത്തശ്ശൻ ആ റോയൽ ബാങ്ക്വറ്റിലേക്ക് ഒന്ന് വന്നോട്ടെ, അപ്പൊ കാണിച്ചു തരാം ഞാൻ. അതോടെ തീർക്കും നിങ്ങൾ എല്ലാത്തിനെയും. എന്തൊക്കെ നിൽക്ക, വാ പോ. മാഡം, എന്തു പറ്റി? എന്റെ പവർ എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് അതിനേക്കാൾ 3 ഇരട്ടി പവർ ലഭിച്ചിട്ടുണ്ട്. ഐ എം ഹാഫ് വേ ടു ബിക്കം എ മാസ്റ്റർ. ആണോ? സത്യമാണോ ഈ കേൾക്കുന്നത്? സത്യമാണ്. വർമ്മനേക്കാൾ പവർ ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതെങ്ങനെ മാമിന് 3 times പവർ ഇൻക്രീസ് ആയത്? അന്ന് ഞാനും വർമ്മനും ഒന്നു ചേർന്നപ്പോ എന്റെ ഉള്ളിൽ എന്തോ സംഭവിച്ചതുപോലെ എനിക്ക് തോന്നിയിരുന്നു. ഹണി, ബാങ്ക്വറ്റിനുള്ള ഇൻവിറ്റേഷൻ നിനക്ക് വന്നില്ലേ? ബാങ്കറ്റ് ഇൻവിറ്റേഷനോ? എന്തൊക്കെയാ പറയുന്നത്? ആ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡ്രാഗൺസിന്റെ ബാങ്കറ്റ് ഇൻവിറ്റേഷൻ ആണോ? അതെ. ഇന്നലെ നൈറ്റ് ഞാനത് റെഡിയാക്കാൻ പറഞ്ഞാണല്ലോ. ഇതുവരെ വന്നില്ലേ? ഈ ബാങ്കറ്റ് അറേഞ്ച് ചെയ്യുന്നത് ഡ്രാഗൺസ് അല്ലേ? അതും 10 years once. കിങ്ഡത്തിലെ ടോപ്പ് 10% മാത്രമേ പോകാൻ സാധിക്കൂ. അങ്ങോട്ടേക്ക് പോകാൻ ഇൻവിറ്റേഷൻ അയക്കാൻ വേണ്ടി നീ ആരാ, ഡ്രാഗൺ മാസ്റ്റർ ആണോ? അതെ. തമാശ പറയാം എന്ന് പറഞ്ഞ് വായി തോന്നിയതൊക്കെ വിളിച്ചു പറയരുത്. അവിടെ വേൾഡിലെ തന്നെ ടോപ്പ് മാർഷൽ ആർട്ടിസ്റ്റുകൾക്ക് മാത്രമേ വരാൻ പറ്റുള്ളൂ. നമ്മളെ കൊണ്ടൊന്നും ആ പടി പോലും ചവിട്ടാനുള്ള യോഗ്യതയില്ല. ഇനി അധികം വൈകാതെ തന്നെ അത് വരും. അത് റിസീവ് ചെയ്യാനായിട്ട് റെഡിയാവാൻ നോക്ക്. വാ മത. എക്സ്ക്യൂസ് മീ. മിസ് ദർശിനി, ഐ എം എ ഡ്രാഗൺ മെസ്സഞ്ചർ. ബാങ്ക്വറ്റ് ഇൻവിറ്റേഷൻ തരാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ത്രീ ഡേയ്സിനുള്ളിൽ ബാങ്ക്വറ്റ് മീറ്റിംഗ് ഉണ്ടാവും. പ്ലീസ് അറ്റൻഡ്. എന്താ പറയുന്ന? ഇത് സത്യത്തില് ബാങ്കറ്റ് മീറ്റിംഗിന് തന്നെയാണോ? യെസ് മാം. ഞാൻ ഇറങ്ങട്ടെ. അപ്പൊ വർമ്മൻ പറഞ്ഞത് കറക്റ്റാ. ഈ ഇൻവിറ്റേഷൻ ടോപ്പ് ഡ്രാഗൺസിന് മാത്രമേ സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. മാം, ഇനിയൊരു പക്ഷെ നിങ്ങൾ മാസ്റ്റർ ആവാൻ പോകുന്നത് കൊണ്ട് അവരയച്ചതാണെങ്കിലോ? അക്കാര്യത്തെക്കുറിച്ച് അവർക്ക് ഇന്റിമേഷൻ കിട്ടിയതുകൊണ്ട് അയച്ചതായിക്കൂടെ? അത് ശരിയാണല്ലോ. നീ പറഞ്ഞത് കറക്റ്റാ. അങ്ങനെ വരാനും വഴിയുണ്ട്. ഞാനെന്താ അതിനെപ്പറ്റി ചിന്തിക്കാൻ? എന്നെ പോലെ വിശ്വസ്തരായ മാർഷൽ ആർട്ടിസ്റ്റുകളൊക്കെ വളരെ കുറവാ. മാം, ഇത് നമുക്ക് കിട്ടിയൊരു നല്ല അവസരമാണ്. അവിടെ വലിയ വലിയ മാർഷൽ എക്സ്പേർട്സ് ഒക്കെ വരുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അവരുടെയൊക്കെ സഹായം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ തോൽപ്പിക്കാൻ പിന്നെ ആർക്കും സാധിക്കില്ല മാം. കറക്റ്റ്. ആ ബാങ്ക്വറ്റില് ഡ്രാഗൺ മാസ്റ്റർ വരുമെന്ന് ഉറപ്പാ. ഞാനിതിൽ നല്ല എക്സൈറ്റഡാ. ഫൈനലി എന്റെ വർഷങ്ങളായുള്ള ആഗ്രഹം നടക്കാൻ പോവാ. എന്റെ ജീവൻ തന്നെ രക്ഷിച്ച ആ ഡ്രാഗൺ മാസ്റ്റർ ഞാൻ കാണാൻ പോവാ. Oh, the most talented woman in this family. Welcome, welcome. നീയാണ് നിന്റെ ഫാമിലിയിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആണോടി? അല്ല, ഇതാരാ? ഇത് നിതീഷിന്റെ സിസ്റ്ററാ. ദർശിനി, നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാ ഞങ്ങളുടെ ഫാമിലിയോട് ഏറ്റുമുട്ടാൻ ശ്രമിക്കുന്നത്? ഈ ബാങ്കറ്റ് ഒന്ന് കഴിഞ്ഞോട്ടെ, പിന്നെ നിന്നെ നിന്റെ കുടുംബത്തെ ഞാൻ കാണിച്ചു തരാം. പറ്റുമെങ്കിൽ ഒന്ന് തൊട്ടു നോക്കടി. ഹാഫ് മാസ്റ്റർ ആയില്ലേ, അതിന്റെ അഹങ്കാരമാ. ഹാഫ് മാസ്റ്റർ ആയി എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇപ്പോഴും സിൽവർ ക്ലാസ് ടിക്കറ്റിലല്ലേ ഇരിക്കുന്നേ. അതിൽ നിങ്ങൾക്ക് എന്താ ഇപ്പോ? എന്താന്നോ? ഇതിനെപ്പറ്റിയൊന്നും നിനക്കറിയില്ലല്ലോ. ഈ ബാങ്കറ്റ് ഹാളിന്റെ ടിക്കറ്റ്സ് 3 സീറ്റായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുക. നിങ്ങളെപ്പോലുള്ള അലവലാദികൾക്കുള്ളതാ ഈ സിൽവർ ടിക്കറ്റ്സ്. ഞങ്ങളെപ്പോലുള്ള സെലിബ്രിറ്റീസിന് ഗോൾഡൻ ടിക്കറ്റ്.
മാർഷൽ ആർട്സും നിങ്ങളും തമ്മിൽ എന്ത് ബന്ധം? നിങ്ങൾക്കൊക്കെ ഗോൾഡ് ടിക്കറ്റ്സ് ആരാ തന്നത്? പൊടി മണ്ടി. ഗോൾഡൻ ടിക്കറ്റ് കിട്ടാൻ മാർഷൽ ആർട്സ് അറിഞ്ഞിരിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. മാർഷൽ ആർട്സ് അറിയുന്ന ഒരാളുടെ ഭാര്യയായിരുന്ന മാത്രം മതി. ഇത്രയും കഷ്ടപ്പെട്ട് പ്രാക്ടീസ് ചെയ്ത് നീ എന്താടി നേടിയ? ഇപ്പോഴും നിനക്ക് ഈ ഗതി തന്നെയല്ലേ? അത് നീ പറഞ്ഞ കറക്റ്റാ മായ. അതിരിക്കട്ടെ, നീ ഒരു പിച്ചക്കാരൻ പയ്യനെ തേടി പിടിച്ച് കല്യാണം കഴിച്ചില്ലേ? ആ, അവനെവിടെ? നിന്റെ കൂടെ വന്നില്ലേ? മായ അവനെ കൂട്ടിക്കൊണ്ട് വന്ന് കാണും. പക്ഷെ അവനെ ഇവിടെ കേറ്റി കാണത്തില്ല. നിർത്തുന്നുണ്ടോ? അവരെ വിട്ടേക്ക്, നമുക്ക് നോക്കാം. ബേബി, നമ്മളെന്തിനാ ഇവളോട് സംസാരിക്കുന്നേ? നമുക്ക് പോവാം. വർമ്മൻ ഈ സമയം ഇപ്പൊ എവിടെയായിരിക്കും? എന്തായാലും അവനെ ഒന്ന് വിളിച്ചു ചോദിക്കാം എവിടെയാണെന്ന്. അല്ല, ഇത് വർമ്മന്റെ റിംഗ് ടോൺ ആണല്ലോ കേൾക്കുന്നത്. അത് പ്രീമിയം ടേബിളിന്റെ സൈഡിലാണല്ലോ കേൾക്കുന്നത്. ഹലോ ഹണി. വർമ്മൻ, നീ ഇപ്പൊ എവിടെയാ ഉള്ളത്? കവിയെ വിളിച്ചോണ്ട് പുറത്തേക്ക് പോയോ? ഇല്ല, ഞാനിവിടെ ബാങ്കറ്റ് ഹാളിലുണ്ട്. എവിടെ? ഒന്ന് തിരിഞ്ഞു നോക്ക്, പ്രീമിയം ടിക്കറ്റ് സൈഡിൽ. പ്രീമിയം ടിക്കറ്റ്സിന്റെ സൈഡിലാണെന്നോ? ഈ പിച്ചക്കാരന് പ്രീമിയം ടിക്കറ്റ് കിട്ടിയെന്നോ? നമുക്ക് പോലും അവിടെ ഇരിക്കാൻ പെർമിഷൻ ഇല്ല. പിന്നെ ഈ പിച്ചക്കാരൻ ഇങ്ങനെ എവിടെ പോയിരുന്നേ? ചിലപ്പോ ഒരു നാണോ ഇല്ലാതെ അവനായിട്ട് തന്നെ പോയിരുന്നതായിരിക്കും. പെർമിഷൻ ഇല്ലാതെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ സീരിയസ് ഒഫൻസാ. അതിന്റെ പണി അവന് താമസിയാതെ കിട്ടിക്കോളും. മാഡം, വർമ്മൻ ഇതിനകത്തേക്ക് വരാനുള്ള യോഗ്യത പോലും ഇല്ല. എന്നിട്ടെങ്ങനെ അവൻ പ്രീമിയം ക്ലാസ്സിൽ പോയിട്ടിരിക്കുന്നേ? ടോപ്പ് 5 പീപ്പിളിന് മാത്രമാണ് അവിടെ ഇരിക്കാൻ സാധിക്കുന്നത്. നിങ്ങൾ ടോപ്പ് 5 ഒരാളാണോ? അല്ല. പിന്നെ ഇവിടെ വന്നിരിക്കുന്ന എന്തുദ്ദേശത്തിലാണെന്ന് മനസ്സിലായില്ല. ചാവാ നിനക്ക് അത്രയ്ക്ക് ആഗ്രഹമാണ്. ദർശിനി, ഞാൻ കരുതിയത് നിന്റെ ഹസ്ബൻഡ് ടോപ്പ് 5 ഒരാളായിരിക്കുമെന്നാ. ഇപ്പോഴാ മനസ്സിലായേ അവൻ ഉള്ളിലേക്ക് വരാനുള്ള പെർമിഷൻ പോലും ഇല്ലെന്ന്. എന്റെ മായ, നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവനുള്ള പണി അവൻ തന്നെ വാങ്ങിക്കോളും. മാഡം, നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് മാസ്റ്റേഴ്സിനെല്ലാം മീറ്റ് ചെയ്ത് കരികാലൻ ഫാമിലിയിൽ നിന്ന് നമ്മൾ രക്ഷിക്കണമെന്ന് പറയാൻ വേണ്ടിട്ടല്ലേ. ഇപ്പൊ ചെന്ന് അവനെ സഹായിക്കാൻ നിൽക്കണ്ട. അത് അവന്റെ തലയിൽ എഴുത്താന്ന് വിചാരിച്ചാ മതി. നമ്മുടെ കാര്യം നമ്മൾ നോക്കണം. കുറച്ചുകൂടെ പ്രോപ്പറായിട്ട് വേണം ഈ സ്പെല്ല് യൂസ് ചെയ്യാൻ. ശരി, ഞാൻ ഇവിടെ ഇരുന്നാലല്ലേ പ്രശ്നം. ഞാൻ എൻ്റെ ഭാര്യയുടെ കൂടെ പോയിരുന്നോളാം. ഭാര്യയോ? നിനക്കൊക്കെ ഭാര്യയുണ്ടോ? പിന്നല്ലാതെ. വിശ്വാസമില്ലേ? അങ്ങോട്ട് നോക്ക്. ഞാൻ എന്താ ഈ കേൾക്കുന്നേ? ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദർശനയുടെ ഹസ്ബൻഡ് ഇവനാണെന്നോ? ഒരു പിച്ചക്കാരനെ എങ്ങനെ ഇവർ കല്യാണം കഴിച്ചേ? എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. വർമ്മൻ എന്റെ ഹസ്ബൻഡാണ്. സത്യം പറഞ്ഞ ദർശന മാമിന്റെ ഹസ്ബൻഡ് ഇവൻ തന്നെയാ? അട്ടയെ പിടിച്ച് മെത്തേക്ക് എടുത്താന്നേ കേട്ടിട്ടുള്ളൂ. ഇപ്പോഴത് നേരിട്ട് കാണുന്നത്. ദർശന മാം എന്നാലും ഇത് എന്ത് കണ്ടിട്ടാണാവോ? നിനക്ക് എന്റെ അത്രയും ബുദ്ധിയില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഒരു പിച്ചക്കാരന്റെ കൂടെ കിടക്കാൻ മാത്രം തീരെ വിവരം കിട്ടവളാന്ന് അറിയില്ലായിരുന്നു. വർമ്മൻ, ഇങ്ങോട്ട് വാ. കാര്യം ഇവർ നിങ്ങളുടെ ഭർത്താവാണെങ്കിൽ തന്നെ പ്രീമിയം സെക്ഷനിൽ ഇരുന്ന് തെറ്റ് തന്നെയാണ്. സോറി, ഞാൻ നോക്കിക്കോളാം. ഡ്രാഗൺ റൂൾസ് മറികടന്നതുകൊണ്ട് ഇയാൾക്ക് ശിക്ഷ കൊടുത്തേ പറ്റൂ. ഇവിടെ എന്താ ഒരു ബഹളം?
ഈ പിച്ചക്കാരനൊക്കെ അകത്തേക്ക് വിട്ടതാരാ? സർ, ആരുടെയും പെർമിഷൻ ഇല്ലാതെ ഇവൻ ഈ പ്രീമിയം സെക്ഷനിൽ വന്നിരിക്കുകയായിരുന്നു. നിനക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാടാ? ഗാർഡ്സ് ഇങ്ങോട്ട് വന്നേ. വർമ്മൻ കെയർഫുൾ ആയിട്ട് നിൽക്കണം. നിങ്ങൾ വെറുതെ എന്റെ അച്ഛൻ്റെ അടുത്ത് കളിക്കാൻ നിൽക്കല്ലേ. അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെയാ പ്രശ്നമുള്ളേ. ഏയ് കവി, വേണ്ട മോളെ, വിട്ടേക്ക്. വാ. ഈ കുട്ടി മാസ്റ്ററിനെ പോലെ ഫൈറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനാണെങ്കിൽ ഇവളുടെ അച്ഛൻ മാസ്റ്റർ ആയിരിക്കുമല്ലോ. രാജൻ സർ, എന്റെ മകളുടെ പേരില് ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കാം. അവള് അറിയാതെ പറഞ്ഞു പോയതാ. ദർശിനി, ഒരു മിനിറ്റ് എന്റെ കൂടെ ഒന്ന് വരാമോ പ്ലീസ്? ദർശിനി, അത് നിന്റെ ഹസ്ബൻഡ് അല്ലേ? ആള് നല്ല പവർഫുൾ ആണല്ലോ. പവർഫുൾ ഒക്കെയാ, പക്ഷേ എന്റെ അത്രയൊന്നുമില്ല. മാസ്റ്റർ ആകാൻ ഇനിയും ഒരുപാട് പ്രാക്ടീസ് ആവശ്യമുണ്ട്. എന്താ സാർ, എന്തു പറ്റി? അതൊന്നുമല്ല, പാരി ഫാമിലിയില് ഇത്രയും ചെറിയ പ്രായത്തിൽ മാസ്റ്റർ ആകാൻ പോകുന്നത് നീയല്ലേ? പിന്നെന്തിനാ നീ ഇവനെ പോലെ ഒരാളെ കല്യാണം കഴിച്ചത്? നീ ഇവനെ അങ്ങ് ഡിവോഴ്സ് ചെയ്യുന്നതായിരിക്കും നിന്റെ ഫ്യൂച്ചറിന് നല്ലത്. സർ, എന്തൊക്കെയാ പറയുന്നത്? അങ്ങനെ ഡിവോഴ്സ് ചെയ്യാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. വർമ്മൻ ഇല്ലായിരുന്നെങ്കിൽ ഒറ്റ രാത്രി കൊണ്ട് എനിക്ക് 3 ലെവൽസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. എന്ത്? ഒരു രാത്രി കൊണ്ട് 3 ലെവൽസോ? അതെങ്ങനെ? അത് പിന്നെ സർ, ഞാനും വർമ്മനും ബെഡ് ഷെയർ ചെയ്തിരുന്നു. അതിനുശേഷം ഇത്ര സ്ട്രെങ്ത് കിട്ടിയത്. ഇവള് പറയുന്ന കേട്ടിട്ട് അവനൊരു സാധാരണക്കാരനല്ലെന്ന് തോന്നുന്നു. ദർശിനി, ഞാൻ എന്താ പറയാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാ... സോറി സർ, എന്നെ കൊണ്ട് വർമ്മനെ ഡിവോഴ്സ് ചെയ്യാൻ പറ്റില്ല. അതൊരിക്കലും നടക്കില്ല. എന്നെ അങ്ങനെ തെറ്റിദ്ധരിക്കല്ലേ ദർശിനി. ഞാൻ വെറുതെ ടെസ്റ്റ് ചെയ്തല്ലേ. ശരിക്കും പറഞ്ഞാൽ നീയും വർമ്മനും നല്ലൊരു ജോഡിയാ. അങ്ങോട്ടേക്ക് ചെല്ലേ. അവിടെ നിന്റെ ഹസ്ബൻഡും മോളും നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യല്ലേ. അവരെ വെറുതെ മുഷിപ്പിക്കണ്ട. അപ്പോ രാജൻ സർ... എനിക്ക് കുഴപ്പമില്ല, നിങ്ങൾ സന്തോഷമായിട്ടിരിക്കെ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഇങ്ങി വന്നേ. വർമ്മൻ ആരാ, അവൻ എവിടുന്നാ വന്നേ എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ എനിക്ക് ഉടനെ കിട്ടണം. ഓക്കെ സർ, ഞാൻ കൊണ്ടുവരാം. മാനേജരോട് പറഞ്ഞ് അവരെ പ്രീമിയം ക്ലാസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യിക്കേ. ഓക്കെ സർ, ഞാൻ ഉടനെ ചെയ്തേക്കാം. വർമ്മൻ, ഹണി, നീ വന്നോ? ദേ, ഈ ഡിഷ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. ഒരു രക്ഷയില്ല. ദാ. ഒന്ന് മിണ്ടാതിരിക്കും വർമ്മൻ. നിനക്ക് എങ്ങനെ ഈ സിറ്റുവേഷനിൽ കഴിക്കാൻ തോന്നുന്നു? നീ കാരണം ജയിലിൽ പോയി കിടക്കേണ്ട അവസ്ഥ വന്നേനെ. മാഡം ഇവിടെ വന്നത് തന്നെ പാരി ഫാമിലിയെ ആപത്തിൽ നിന്ന് രക്ഷിക്കാനാ. നീ ഇവരെ സഹായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കാതിരുന്നൂടെ നിനക്ക്? ഇവനാരാ? പാരി ഫാമിലിയെ രക്ഷിക്കാനും മാത്രം ഇത്രയും കഴിവുള്ള ഇവളെ കൊണ്ട് പോലും പറ്റുന്നില്ല. അതിന്റെ ഇടയിൽ ഓരോന്ന് വന്നോളും. പിച്ചക്കാരനായിരുന്നിട്ട് കൂടി ഈ കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ചില്ലേ? അപ്പൊ തന്നെ മനസ്സിലായില്ലേ ഇവനൊരു സാമർത്ഥ്യക്കാരനാണ്. ഗോൾഡൻ ക്ലാസ്സിൽ ഇരുന്നു വെച്ച് നിങ്ങൾ മാർഷൽ ആർട്സ് മാസ്റ്റേഴ്സും അല്ല. സിൽവർ ക്ലാസ്സിലിരിക്കുന്നു വെച്ച് ഞങ്ങൾ ഇവിടുത്തെ ജോലിക്കാരും അല്ല. ഇവിടെയുള്ളവരുടെയൊക്കെ യോഗ്യത എന്താന്ന് അധികം വൈകാതെ തന്നെ മനസ്സിലാവും. ഹണി, സത്യം പറഞ്ഞാ നമ്മൾ സിൽവർ ക്ലാസ്സിലിരിക്കേണ്ട ആളുകളേ അല്ല. കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യ്. ഇനി അധികം വൈകാതെ നമ്മൾ പ്രീമിയം ക്ലാസ്സിലേക്ക് മാറും. പിച്ചക്കാരന്റെ ആഗ്രഹം കണ്ടില്ലേ? നിന്നകത്തേക്ക് കയറ്റി വിട്ടത് തന്നെ തെറ്റാ. ഇനി പ്രീമിയം ക്ലാസ് വേണോ അല്ലേ നിനക്ക്? നീ അതിന് മാത്രം കഴിവുള്ളവനാണെങ്കിൽ പ്രീമിയം ക്ലാസ്സിൽ പോയി കാണിക്കടാ. മിസ്സസ് ദർശിനി, മിസ്റ്റർ വർമ്മൻ നിങ്ങളെ പ്രീമിയം ക്ലാസ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞു. രാജൻ സാറിന്റെ ഓർഡർ. എന്താ ഈ പറയുന്നേ? ഒരു ചാൻസും ഇല്ല. ഏയ് വെയിറ്റ്, രാജൻ സാർ എന്തെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നേ. വെറുതെ ആവശ്യമില്ലാതെ സംസാരിക്കണ്ട. രാജൻ സാറിന് ഒരു തെറ്റ് സംഭവിക്കില്ല. മാം, സർ, നിങ്ങൾ വരൂ. രാജൻ സാർ ഇത് എന്തിന്റെ കേടാ? ഇവനെയൊക്കെ എന്തിനാ? ഒരുപക്ഷെ ദർശിനിയെ കണ്ട് രാജൻ സാർ മയങ്ങിയിട്ടുണ്ടാവോ? ആയിരിക്കും. ഛേ, എന്നാലും ഈ പിച്ചക്കാരന്റെ കാര്യം എന്ത് കഷ്ടമാന്ന് നോക്കി. സ്വന്തം ഭാര്യ വല്ലവന്റെയും കൂടെ കിടക്കാൻ പോവാന്ന് അറിഞ്ഞിട്ടും സന്തോഷമായിട്ട് പുറകെ പോകുന്നുണ്ടോ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, അധികം വൈകാതെ നമ്മൾ പ്രീമിയം ക്ലാസ്സിലേക്ക് മാറുമെന്ന്. നിനക്ക് എങ്ങനെ ഇതൊക്കെ അറിയാൻ കഴിയുന്നത്? വർമ്മൻ, നീ എന്റെ മുമ്പിൽ എന്തെങ്കിലും മറക്കുന്നുണ്ടോ? ഞാനുള്ള കാര്യം പറയും. മാം, രാജൻ സാർ പ്രീമിയം ക്ലാസ് തന്നത് നിങ്ങൾക്ക് വേണ്ടിയാ. അതെ അതെ, എനിക്ക് വേണ്ടി തന്നെ ആയിരിക്കും.
സർ, വർമ്മൻ ആരാണെന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് കണ്ടുപിടിച്ചു. ആരാ അവൻ? സർ, എന്താ നീ പറഞ്ഞു വരുന്നത്? അവൻ ശരിക്കൊരു പിച്ചക്കാരനാണെന്നാണോ? ഛേ, അവൻ വലിയൊരാളാണെന്ന് കരുതി പ്രീമിയം ക്ലാസ്സിൽ ഇരുത്തുകയും ചെയ്തു. സർ, നമ്മളിപ്പോൾ എന്താ ചെയ്യണ്ടേ? ഇനി എന്ത് ചെയ്യാനാ? അവനെ പിടിച്ച് പുറത്താക്കാൻ നോക്ക്. ഓക്കെ സർ. ഹലോ മേഡം, പറയൂ മേഡം, ഞാൻ എന്താ ചെയ്യണ്ടേ മേഡം? ഡ്രാഗൺ മാസ്റ്റർ ബാങ്കറ്റ് ഹാളിലുണ്ട്. അല്ല മേഡം, എന്താ ഈ പറയുന്നത്? ഒരു ചെറിയ തെറ്റ് പോലും ബാങ്കറ്റ് ഹാളിൽ നടക്കരുത്. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? മനസ്സിലായി മേഡം, ഞാൻ നോക്കിക്കോളാം. സർ, ആ പിച്ചക്കാരനെ പിടിച്ച് പുറത്താക്കട്ടെ? ഒരു മിനിറ്റ് നിൽക്കേ. ഞാനും ഇതുവരെയായിട്ടും മാസ്റ്ററെ നേരി കണ്ടിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന് ഭയങ്കര എളിമയാണെന്ന് കേട്ടിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മളവനെ പുറത്താക്കുന്നത് അദ്ദേഹം അങ്ങനെ കണ്ടു കഴിഞ്ഞാ അദ്ദേഹത്തിന്റെ മുന്നിൽ നമ്മളാകെ നാണം കെടും. അതുകൊണ്ട് അവന്റെ കാര്യം നമുക്ക് പിന്നെ നോക്കാം. മാസ്റ്ററിന് വേണ്ടിയിട്ട് അവനെ നമുക്ക് വെറുതെ വിടാം. ഓക്കെ സർ. മാം, ഡ്രാഗൺ മാസ്റ്റർ ഓൾറെഡി ബാങ്കറ്റിൽ വന്നിട്ടുണ്ടെന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സത്യമാണോ ഈ പറയുന്നത്? ഡ്രാഗൺ മാസ്റ്റർ വന്നു കഴിഞ്ഞെന്നോ? യെസ് മാം, രാജൻ സാർ അത് പറഞ്ഞത്. താങ്ക് ഗോഡ്. ഞാൻ ഡ്രാഗൺ മാസ്റ്റർ ആദ്യമായിട്ട് കാണാൻ പോകുന്നത്. അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. എടി ദർശിനി, ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞില്ലേ, നിന്നോട് പ്രതികാരം ചെയ്യാൻ ഞാൻ ഉറപ്പായും തിരിച്ചു വരുന്നു. വന്നടി. ഇതാ എന്റെ മുത്തശ്ശൻ. പാരി ഫാമിലി ഇന്നോടെ തീരും. ഇനി നീ എന്നല്ല ആര് വിചാരിച്ചാലും രക്ഷപ്പെടുത്താൻ പറ്റില്ല. നിനക്ക് എന്താ വേണ്ടത്? വെറുതെ ഇവിടെ വന്ന് എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നേ? ഇത് ബാങ്കറ്റാ. അതിനിപ്പോ എന്താ? ഞാനെന്താ വേണ്ടേ? അല്ലാന്ന് ഞാനിപ്പോ പറഞ്ഞോ? ഈ ബാങ്കറ്റിൽ നിനക്കെന്താടി കാര്യം? നിന്റെ അഹങ്കാരത്തിന് ഒട്ടും കുറവില്ലല്ലോ. മോളൊന്ന് താഴേക്കിറങ്ങി. ഫംഗ്ഷൻ തീരട്ടെ. ഈ പിച്ചക്കാരന്റെ ശവം എടുക്കുമ്പോ നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാം. അതുവരെ കാത്തിരിക്കേ. ഡ്രാഗൺ മാസ്റ്റർ ഡിസിപ്പയർ ആയിട്ട് 7 വർഷം കഴിഞ്ഞു. അപ്പോ കരികാലിനാണോ ഡ്രാഗൺ മാസ്റ്റർ? മുത്തശ്ശ, എല്ലാരും നിങ്ങളെ പറ്റി തന്നെ സംസാരിക്കുന്നേ. മുത്തശ്ശ, തുറന്നു പറ, മുത്തശ്ശനല്ലേ ഡ്രാഗൺ മാസ്റ്റർ? ഇവനെങ്ങനെ ഇവിടെ എത്തി? ഇവിടെ വരാൻ പാടില്ലാത്താണല്ലോ. ഇവനിനിയെല്ലാം ഓർമ്മ വന്നു കാണുമോ? ഇവിടെ എന്ത് ഡ്രാഗൺ മാസ്റ്റർ? മാർഷൽ ആർട്സ് പഠിച്ചവരെല്ലാം മാസ്റ്റേഴ്സ് അല്ലേ? ചോദിച്ചതിന് ഉത്തരം പറയ്. നിങ്ങളല്ലേ ഡ്രാഗൺ മാസ്റ്റർ? മുത്തശ്ശൻ ഇത്രയും കാലം ഇത് പറയാതിരുന്ന എന്തിനാ? എല്ലാരും കേട്ടില്ലേ? എന്റെ മുത്തശ്ശനാണ് ഡ്രാഗൺ മാസ്റ്റർ. ഇവരുടെ ഒരു കാര്യം, ഞാൻ ഡ്രാഗൺ മാസ്റ്റർ ആണെന്ന് കരുതിയിരിക്കുക. എങ്കിൽ ശരി, ഇവൻ ഓർമ്മയൊന്നും വന്നിട്ടില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് എന്നെ കണ്ടിട്ടും ഒരു റിയാക്ഷനും ഇല്ലാതിരിക്കുന്നത്. ശരി, എന്നങ്ങനെ ആകട്ടെ. മാഡം, ശരിക്കും ഡ്രാഗൺ മാസ്റ്റർ കരികാലനാണെങ്കിൽ നമ്മുടെ കാര്യം. എന്റെ അച്ഛനാ ഡ്രാഗൺ മാസ്റ്റർ, നിങ്ങളല്ല. എന്ത്? ഈ പിച്ചക്കാരൻ ഡ്രാഗൺ മാസ്റ്റർ ആണെന്ന്? ഇവനെ പോലുള്ളവർക്ക് ഡ്രാഗൺ മാസ്റ്റർ ആകണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അതൊരിക്കലും നടക്കില്ല. ഇവിടെ ഇപ്പൊ പിച്ചക്കാരനാവാൻ ആഗ്രഹിക്കുന്നത് താന്, ഞാനല്ല. ശരിക്കുള്ള ഡ്രാഗൺ മാസ്റ്റർ അല്ല താനെന്നെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞ പിന്നെ തന്റെ കുടുംബം പോലും ഉണ്ടാവില്ല. എടാ, കൊന്നുകളയും ഞാൻ. ഡ്രാഗൺ മാസ്റ്ററോടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. ഇവരെല്ലാം കൂടെ കുടുംബത്തോടെ ചാവാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടേക്കാന്നാ തോന്നുന്നത്. നീ ഇപ്പൊ കാണിക്കുന്ന ഈ അടവൊക്കെ ഞാൻ 3-4 വർഷം മുമ്പേ പയറ്റിയതാടി. വർമ്മൻ, ഞാൻ നിന്റെ പവേഴ്സിനെ കുറച്ചു കണ്ടു. എന്നെക്കാൾ ഒരുപാട് പവേഴ്സ് നിനക്ക് കൂടുതലുണ്ട്. യു ആർ മോർ ദാൻ
ആ മാസ്റ്റർ. എടാ, അന്നത്തെ ദിവസം ഞാൻ തോറ്റുപോയി. എന്നാ ഇന്ന് എന്റെ മുത്തശ്ശൻ ഡ്രാഗൺ മാസ്റ്റർ ഇവിടെ ഉണ്ട്. ഇപ്പൊ വാടാ. ഉം. പിന്നല്ലാതെ ഡ്രാഗൺ മാസ്റ്ററാ ഞങ്ങളുടെ കൂടെ ഉള്ളത്. അത്ര ചങ്കൂറ്റം കൊണ്ട് നീ ഞങ്ങളെ ഒന്ന് തൊട്ടു നോക്കടാ നായേ. മുത്തശ്ശ, ഇവൻ ഞങ്ങൾ തീർത്ത് കളഞ്ഞേക്ക്. നിന്നെ കൊല്ലാനാ വന്നത്. എന്നാ റൂൾസ് തെറ്റിക്കാൻ താല്പര്യമില്ല. മര്യാദയ്ക്ക് മുട്ടുകുത്തി മാപ്പ് പറയേ, അല്ലെങ്കിൽ ഇന്ന് നിന്റെ മരണമായിരിക്കും. മാഡം, ശരിക്കും കരികാലിലാണ് ഡ്രാഗൺ മാസ്റ്റർ എങ്കിൽ നമ്മൾ തീർന്നു. ഇവിടുന്ന് നമുക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റില്ല. വർമ്മൻ, വേഗം അവരോട് നീ മാപ്പ് പറ. നമുക്ക് കവിയും കൂട്ടി ഇവിടുന്ന് പോകാം. ഹണി, ഞാൻ പുറത്തു പോയി കഴിഞ്ഞാ പിന്നെ സത്യം ആരാ ഇവിടെ പറയാ? സത്യോ? എന്ത് സത്യം? ഈ നിൽക്കുന്ന കിളവനില്ലേ, ഇയാള് ശരിക്കുള്ള ഡ്രാഗൺ മാസ്റ്റർ അല്ല, പച്ച കള്ള. ഇവിടെ വന്ന് ഇത്ര ബഹളം ഉണ്ടാക്കാൻ മാത്രം ആർക്കാ ഇത്ര ധൈര്യം? മിസ്റ്റർ രാജൻ, ഇവനാണ് എല്ലാത്തിനും കാരണം. ഇവൻ ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ഇനി ഒരു അക്ഷരം നിന്റെ നാവിന്ന് പുറത്തു വന്നാ വലിച്ചഴിച്ച് പുറത്തു കൊണ്ടിടും ഞാൻ. നീ ആരാടാ എന്നെ വലിച്ചു പുറത്തിടാൻ? സ്വന്തം നിലയും വിലയും മനസ്സിലാക്കടാ. ഞങ്ങൾ ആരാന്ന് നിനക്ക് കാണിച്ചു തരാം. മതി മതി, ഒന്ന് നിർത്ത്. ഡ്രാഗൺ മാസ്റ്റർ ഇവിടെ എത്തിയല്ലോ. എന്റെ മുത്തശ്ശനാ ഡ്രാഗൺ മാസ്റ്റർ. നിതീഷ്, മതിയാക്ക്. മുത്തശ്ശ, എന്തു പറ്റി? ഞാൻ പറഞ്ഞൊക്കെ സത്യമല്ലേ? സത്യമൊക്കെ തന്നെ. പക്ഷെ ഈ കാര്യങ്ങളൊന്നും ആരോടും പറയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ശരി, എനിക്ക് മനസ്സിലായി. എടാ, നിന്നെ ഞാൻ പിന്നെ എടുത്തോളാം. താങ്ക് യു രാജൻ സർ. കറക്റ്റ് സമയത്താണ് നിങ്ങൾ വന്നത്. ഇല്ലെങ്കിൽ ജീവൻ തന്നെ നഷ്ടപ്പെട്ടേനെ. ഈ കാണുന്നതാണ് ഡ്രാഗൺ മാസ്റ്ററിന്റെ ചെയർ. ഇതിൽ അദ്ദേഹം അല്ലാതെ വേറെ ആർക്കും ഇരിക്കാൻ പറ്റില്ല. ഇപ്പൊ മനസ്സിലാവും ആരാ റിയലും ആരാ ഡ്യൂപ്ലിക്കേറ്റ് എന്നും. മുത്തശ്ശ, ചെല്ല്. മുത്തശ്ശൻ അവിടെ ഇരിക്കണ്ടേ? ഇനി സമയം കളയണ്ട, ചെന്നിരിക്കേ. മുത്തശ്ശ, വേഗം പോയി അവിടെ ഇരിക്ക്. കരുകാല ഫാമിലി ആരാണെന്ന് ഇവറ്റകളെയൊക്കെ കാണിച്ചു കൊടുക്കണം. ചെന്നിരിക്കെ. ഇല്ല, എനിക്കിരിക്കാൻ പറ്റില്ല. പിന്നെ ഇത്രയും കാലം ഞാൻ ഡ്രാഗൺ മാസ്റ്റർ ആണെന്നുള്ള കാര്യം മറച്ചു വെച്ചതിന് ഒരർത്ഥമില്ലാതായി പോകും. മുത്തശ്ശ, ഞങ്ങൾക്ക് മുത്തശ്ശനെ ഓർത്ത് അഭിമാനമുണ്ട്. മാം, കവി എവിടെ പോയി? കവി? വർമ്മൻ, കവി നിന്റെ ഒപ്പല്ലേ ഉണ്ടായിരുന്നത്? അവൾ എവിടെ? അമ്മേ, ഞാൻ ഇവിടെയുണ്ട്. അവളെങ്ങനെ ഡ്രാഗൺ മാസ്റ്ററിന്റെ ചെയർ പോയിരുന്നു? മാഡം, അവള് ചെയ്തത് തെറ്റാ. ആ കുഞ്ഞിന്റെ അഹങ്കാരം കണ്ടില്ലേ? ഇനി കണ്ടോ, മൊത്തം ഫാമിലിയും ഇതോടെ തീരാൻ പോവാ. എണീറ്റ് മാറടി. അവിടെ ഇരിക്കേണ്ട വ്യക്തി എന്റെ മുത്തശ്ശനാ. എണീക്ക്. കവി, ഇറങ്ങി വാ. അമ്മേ, ഇത് അച്ഛന്റെ ചെയറല്ലേ, ഞാൻ ഇറങ്ങില്ല. മതി, നിർത്തുന്നുണ്ടോ? ദർശിനി, എല്ലാം നിനക്ക് വേണ്ടി ഇത്ര സഹിച്ചത്. മര്യാദക്ക് എല്ലാരും കൂടി ഇറങ്ങിപ്പോക്കോ. ഹണി, എന്റെ കൂടെ വാ. ഇവിടെ ഒരേ ഒരു ഡ്രാഗൺ മാസ്റ്ററേ ഉള്ളൂ. കവി പറഞ്ഞതുപോലെ അത് ഞാനാണ്. ഇപ്പോഴെങ്കിലും എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇവനെ പോലെ ഒരു ഭ്രാന്തനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. വർമ്മൻ, ഇത് ശരിക്കും ഡ്രാഗൺ മാസ്റ്ററിന്റെ ചെയർ തന്നെയാണോ? ഈ ചെയറിൽ വന്നിരിക്കുന്നത് ആത്മഹത്യക്ക് ശ്രമിക്കുന്ന പോലെയാ. മുത്തശ്ശ, അവൻ എന്താ ചെയ്യുന്നെന്ന് കാണുന്നില്ല. മുത്തശ്ശൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നെന്താ? അവൻ ഇനി ജീവനോട് ഉണ്ടാവരുത്. മിണ്ടാതിരിക്കെ.
നിന്നോട് ഞാൻ എന്താ പറഞ്ഞേ? നമ്മളായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, താനേ നടക്കും. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യേ. ഇതിൽ കൂടുതൽ ക്ഷമിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഗാർഡ്സ്, നിങ്ങൾ പോയി അവരെ പിടിച്ച് പുറത്താക്കാൻ നോക്ക്. ഒന്നിനും പ്രയോജനമില്ലാത്തവര് ഇറങ്ങിപ്പോടാ. ദർശിനി, ഞങ്ങളെ എതിർത്ത് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാലോ. എല്ലാം എനിക്കറിയാം. വർമ്മൻ എന്റെ ഭർത്താവാ. അദ്ദേഹം ഒരു ആപത്തിൽ പെടുമ്പോ എനിക്ക് കൈയും കെട്ടി നോക്കി നിൽക്കാനാവില്ല. നിനക്ക് അത്രയ്ക്ക് ധൈര്യം വന്നോ? ഹലോ മേഡം, ഇവിടുത്തെ അവസ്ഥ വളരെ മോശമായിക്കൊണ്ടിരിക്കുക. മേഡം ഒന്ന് വേഗം വരണം. നന്ദിനി മേഡം അധികം വൈകാതെ ഇവിടെ എത്തും. അതോടെ തീരും നിന്റെ അഹങ്കാരം. നന്ദിനി മേഡം ഓൾറെഡി ഡ്രാഗൺ മാസ്റ്ററെ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഞങ്ങളെ പറ്റിക്കുന്ന പോലെ അവരെ പറ്റിക്കാന്ന് നീ വിചാരിക്കേണ്ട വർമ്മൻ. എടാ നാണം കെട്ട നായേ, അതിന്റെ മുത്തശ്ശന്റെ ചെയറാ, എണീക്കടാ. നിന്റെ മുത്തശ്ശന്റെ ചെയറാണെങ്കിൽ അയാളോട് വന്ന് ഇരിക്കാൻ പറ, നോക്കട്ടെ. അയാൾ ഇരിക്കേയില്ല, അയാളെ കൊണ്ട് ഇവിടെ ഇരിക്കാൻ പറ്റുകയില്ല. അതിന്റെ കാരണം എന്താണെന്ന് നീ തന്നെ ചോദിക്കേ. എടാ നിർത്ത്. എന്റെ മുത്തശ്ശൻ ആരാന്നറിഞ്ഞിട്ടും നിന്റെ അഹങ്കാരം മാറിയില്ലല്ലേ? എല്ലാവർക്കും അറിയാം അദ്ദേഹം ഡ്രാഗൺ മാസ്റ്റർ ആണെന്ന്. അദ്ദേഹം നിന്നെ കണ്ട് പേടിക്കേണ്ട കാര്യം എന്താ? ഒരു മാസ്റ്റർ. നമസ്കാരം നമസ്കാരം മാസ്റ്റർ. പ്ലീസ് സിറ്റ്. താങ്ക് യു. ഇരിക്കി. സന്തോഷം മാസ്റ്റർ, താങ്കൾ ഈ വിരുന്നിന് വന്നതിൽ ഒരുപാട് സന്തോഷം. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. പെട്ടെന്ന് ഇങ്ങനെ ഒരു വിരുന്നൊക്കെ വെച്ചതിന്റെ കാരണം എന്താ? നമ്മുടെ ആയോധന ലോകത്തില് നിങ്ങളുടെ അക്കാഡമിയും കുടുംബവുമാണ് വർഷങ്ങളായി റോയൽ ബാങ്കറ്റ് നടത്തി വരുന്നത്. നിങ്ങളുടെ ഫാമിലി കഴിഞ്ഞ പിന്നെ കരികാലൻ ഫാമിലിയാണ് ഏറ്റവും പവർഫുൾ. ഒരു വർഷം ഞങ്ങൾക്ക് അനുമതി തന്ന വലിയ കാര്യമാണ്. അതിനിപ്പോ എന്താ, പറഞ്ഞ പോലെ തന്നേക്കാം. ഒരുപാട് സന്തോഷം മാസ്റ്റർ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, നമ്മുടെ മാസ്റ്റർ ഒരു നല്ല മനുഷ്യനാ. നമുക്ക് വേണ്ടി അദ്ദേഹം എന്തും ചെയ്യും. മാസ്റ്റർ ഏതായാലും ഭക്ഷണം കഴിക്കേ, ഞാനൊന്ന് പോയിട്ട് വരാം. വയറിറച്ച് കഴിക്കേ. മാസ്റ്റർ, ഞങ്ങളെ എന്തൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നേ, എന്നിട്ട് അവസാനം ഇവന്റെ അടുത്തൊക്കെ പോയി പെർമിഷൻ ചോദിക്കേണ്ട അവസ്ഥയായി. ഞാൻ പെർമിഷൻ ചോദിച്ചെന്നു. അവനെ എന്നേക്കുമായി പറഞ്ഞയക്കാനുള്ള പ്ലാനാണ് ഇവിടെ നടക്കുന്നത്. ഈ വിരുന്ന് നടത്തിയതേ അതിനാ. ഇപ്പൊ അവൻ കഴിക്കുന്ന ഭക്ഷണമില്ലേ, അതിലൊരു പവർഫുൾ ആയിട്ടുള്ള മരുന്ന് കലർത്തിയിട്ടുണ്ട്. അധികം വൈകാതെ ബോധം കിട്ടും. അതിനുശേഷം അവന്റെ ഓർമ്മയിൽ ഒന്നും ഉണ്ടാവില്ല. അവൻ മറന്നു വെച്ച് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണമുണ്ടോ? അവനെ അതിനു മാത്രം ആരാ കണ്ടിട്ടുള്ളത്? നമ്മൾ കുറച്ചുപേര് കണ്ടിട്ടുണ്ട്. ഇവനെല്ലാം മറന്ന ശേഷം എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞേക്ക്. പിന്നെ ഇവനാണ് മാസ്റ്റർ എന്ന് ആരും അറിയില്ല. ഇവനെ ആരെങ്കിലും തിരിച്ചറിഞ്ഞാലല്ലേ കുഴപ്പമുള്ളൂ. എല്ലാം മറക്കട്ടെ, പിന്നെ തീർന്നില്ലേ. ഇവനാണ് മാസ്റ്റർ എന്ന് ഒരു മനുഷ്യനും അറിയില്ല. വെറും തെരുവ് നായ. മാസ്റ്റർ, ഒരു രക്ഷയില്ല. ഇവനെ കൊന്നു കളഞ്ഞാൽ പോലും ഇങ്ങനെ ഒരു ക്ലൈമാക്സ് ഉണ്ടാക്കാൻ പറ്റില്ല. ഇവനെ കൊല്ലുന്നത് അത്ര നിസ്സാര കാര്യമല്ല. അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനൊരു പ്ലാൻ ഇട്ടത്. അതെ മാസ്റ്റർ, വർമ്മന്റെ ബോധം പോയി.
മുത്തശ്ശ മുത്തശ്ശ പോയി ഇരിക്കും മുത്തശ്ശ, അത് നിങ്ങൾക്കുള്ള ചെയറാ. പോയി ഇരിക്ക്. ഇനി സമയം കളയണ്ട. വാ. ഇവന്റെ സംസാരം കേട്ടിട്ട് പഴയതെല്ലാം ഇവന് ഓർമ്മ വന്ന് കാണൂ. വിടറ, ഒരു പിച്ചക്കാരൻ എന്തെങ്കിലും പറഞ്ഞാ അതിന് എന്നെ സംശയിക്കുന്ന എന്തിനാ? ആദ്യം ഇവനെ പിടിച്ച് പുറത്താക്കാൻ നോക്ക്, എന്നിട്ട് സംസാരിച്ചാ മതി. നിനക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ മര്യാദയ്ക്ക് നീ തന്നെ സ്വയം ഇവിടുന്ന് പൊക്കോ. ഇല്ലെങ്കിൽ കൊത്തി നുറുക്കി ഞങ്ങൾ തന്നെ നിന്നെ പുറത്തുകൊണ്ടേ അറിയും. നിങ്ങൾക്ക് അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡ്രാഗൺ മാസ്റ്ററോട് എന്നെ ഒന്ന് തല്ലി തോപ്പിക്കാൻ പറയും. അവൻ പറയുന്നത് കേട്ടില്ലേ? വർമ്മൻ, ഇനി എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. വർമ്മൻ, അത് ഡ്രാഗൺ മാസ്റ്ററാ. നിനക്ക് അല്പം പോലും പേടി തോന്നില്ലേ? വാ, നമുക്ക് ഇവിടുന്ന് പോവാം. എടോ കിളവാ, ശരിക്കും താൻ തന്നെയാണ് ഡ്രാഗൺ മാസ്റ്റർ എങ്കിൽ വാ, വന്ന് ഈ ചെയറിലൊന്നും ഇരിക്കും. കൊറേ നേരായി ക്ഷമിക്കുക. നിന്റെ മരണം എന്റെ കൈകൊണ്ട് തന്നെയാ. കവി, സ്റ്റോപ്പ്. വെയിറ്റ്, ഈ കിളവന്റെ കാര്യം തീർക്കാൻ കവി തന്നെ ധാരാളം. വർമ്മൻ, അതേ ഡ്രാഗൺ മാസ്റ്ററാ, ടോപ്പ് മോസ്റ്റ് മാർഷൽ ആർട്ടിസ്റ്റ്. അദ്ദേഹത്തെ എങ്ങനെ കവിക്ക് തോൽപ്പിക്കാനാവും? എന്നെ ഇപ്പോഴും വിശ്വാസമില്ലല്ലേ? ശരി, നീ തന്നെ നേരിട്ട് കാണും. ചെറിയ കൊച്ചാന്ന് നോക്കില്ല, മര്യാദയ്ക്ക് മാറി നിൽക്ക്. അത് എനിക്കും പറയാനുള്ളൂ. കിഴവനാന്നൊന്നും ഞാനും നോക്കില്ല. കാലയ്ക്ക് മുത്തശ്ശ, ഈ കുട്ടി പിശാചിനെ കൊന്നു കളഞ്ഞേക്കേ. വർമ്മൻ, നീ ശരിക്കും നല്ലൊരു അച്ഛനാണോ? ഇങ്ങനെ വെറുതെ ഇരുന്ന് കഴിഞ്ഞ കവി അത് ഒരുപാട് വേദനിപ്പിക്കും. കവി, കളിച്ചത് മതി, പെട്ടെന്നൊന്ന് തീർത്തുവിട്ടെ. ഓക്കേ അച്ഛാ. എന്ത് മുത്തശ്ശ ഇത്? ഒരു ചെറിയ കുഞ്ഞിന്റെ മുമ്പിൽ തോറ്റല്ലോ നിങ്ങള്. ഇവൾ ഇത്രയും സ്ട്രോങ് ആയിരിക്കും ഞാൻ കരുതിയില്ല. കവിയുടെ കയ്യിൽ 4 സീൽസോ? അപ്പൊ മാസ്റ്റർ ലെവൽ ആർട്ടിസ്റ്റ് ആണോ ഇവള്? ഈ സീലിന്റെ വെയിറ്റ് ഏകദേശം 2000 kgs ആണ്. ഇത്രയും ചെറിയൊരു കുട്ടിക്ക് എങ്ങനെ ഈ വെയിറ്റ് ഹാൻഡിൽ ചെയ്യാൻ പറ്റി? വലിയ മാസ്റ്റേഴ്സിനെ കൊണ്ട് മാത്രം ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഞാൻ കേട്ടിട്ടുള്ളത്. ഈ ഷീൽഡ് കവിയുടെ കയ്യിൽ എങ്ങനെ വന്നു? ഇത്ര ചെറിയ പ്രായമുള്ള കുട്ടിക്ക് എന്തിനാ അത് കൊടുത്തത്? പിന്നെ അവളെ എനിക്ക് എന്റെ പോലെ ആക്കി മാറ്റണ്ടേ? 2000 kgയോ? ഇറ്റ്സ് ടു മച്ച്. എന്താ ഈ പിച്ചക്കാരന്റെ മോള് മാസ്റ്റർ ആണെന്നോ? ഛേ, ഇതൊക്കെ ആര് വിശ്വസിക്കാനാ? കവിക്ക് ഇത്രയും പവേഴ്സോ? ഒരു 7 വയസ്സുള്ള പെൺകുട്ടിയുടെ കൂടെ പോലും പിടിച്ചു നിൽക്കാൻ നിനക്ക് പറ്റുന്നില്ല. എന്നിട്ട് നീ ഡ്രാഗൺ മാസ്റ്റർ അല്ലേ? മുത്തശ്ശ, ഒരു കൊച്ചു പെൺകുട്ടിയെ പോലും മുത്തശ്ശനെ തോൽപ്പിക്കാൻ കഴിയില്ലേ? ഞങ്ങളെ മാനം കളയരുത്. ഇത്തവണയും ഞാൻ ജയിച്ചില്ലെങ്കിൽ അത് വലിയ നാണക്കേടാവും. വർമ്മൻ, കരിക്കാലൻ പോയിസൺ പില്ല് എടുത്തു കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. നിന്റെ മോളുടെ കാര്യം തീരുമാനമായി. അടുത്തത് നീയാടാ. അയ്യോ കവി, മോളെ, നീ ഓക്കെ ആണോ? കവി, നീ ഓക്കെ അല്ലേ? ഞാൻ ഓക്കെയാ. എനിക്ക് ഇനിയും ഫൈറ്റ് ചെയ്യാൻ പറ്റും. നീ അമ്മയുടെ കൂടെ നിൽക്ക്. ഇയാളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ബാങ്ക്വറ്റിനകത്ത് ഡ്രഗ്സ് അലൗഡ് അല്ലെന്നുള്ള കാര്യം അറിയാവുന്നതല്ലേ? റൂൾസ് ബ്രേക്ക് ചെയ്തിരിക്കാൻ താൻ എങ്ങനെയാ ഇനി ഡ്രാഗൺ മാസ്റ്റർ ആവാ? ഒരു കൊച്ചു പെൺകുട്ടിയാണെന്നെങ്കിൽ ഓർത്തൂടെ? ഇപ്പൊ തന്റെ മുന്നിൽ ഞാനാ. വാ, ഇനി യുദ്ധം നമ്മൾ തമ്മില. വർമ്മൻ, നിന്റെ കൊച്ചിന് കിട്ടിയത് പോരാഞ്ഞിട്ട് നീ വരുന്നു വാങ്ങാ. ഡാ, നിന്നെ പോലൊരുത്തൻ എന്റെ മുത്തച്ഛനെ തോൽപ്പിക്കാൻ കഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതെ, നിന്റെ ഭാര്യയുടെ സാരിത്തുമ്പം പിടിച്ചോണ്ടല്ലേ നീ ഇങ്ങോട്ട് കയറി വന്നേ.
വന്ന പോലെ ഇവിടുന്ന് പോവാൻ നോക്ക്. അവരെ കീഴ്പ്പെടുത്താൻ നമ്മളെ കൊണ്ട് പറ്റില്ല വർമ്മൻ, വിട്ടേക്ക്. ഇത്രയും തരം താഴ്ന്ന ഒരാളാണ് ഡ്രാഗൺ മാസ്റ്റർ എങ്കിൽ മാർഷൽ ആർട്സിൽ ടോപ്പ് ലിസ്റ്റിൽ ഡ്രാഗൺസ് ഉണ്ടാവാനുള്ള സാധ്യതയില്ല. നിനക്ക് 3 മൂവ്സ് ഞാൻ തരാം. അതിനുള്ളിൽ എന്നെ ഡിഫീറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ തന്റെ കാര്യം പോക്കാം. എടാ കിളവാ, നീ ഇവിടെ ചാവാൻ വേണ്ടിയാണോ വന്നേ? ബാഡ് മൂവ്. ഒട്ടും പോരാ. കിളവാ, തന്നെ കൊണ്ട് ഒരു കാര്യമില്ല. ഹണി, ശരിക്കുള്ള ഡ്രാഗൺ മാസ്റ്റർ ആരാണെന്ന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കുന്ന നിമിഷം വന്നിരിക്കുക. ഇത് ഡ്രാഗൺ മാസ്റ്ററിന്റെ യൂണിക് സ്കില്ലല്ലേ? ബ്രിക് ഡ്രാഗൺ. നിങ്ങൾക്ക് എങ്ങനെ ഡ്രാഗൺ മാസ്റ്ററിന്റെ സ്കിൽ അറിയാവുന്നത്? അപ്പോ നിങ്ങളാണ് യഥാർത്ഥ? അതെ, നിങ്ങൾ അന്വേഷിക്കുന്ന ഡ്രാഗൺ മാസ്റ്റർ ഞാനാണ്. എന്റെ ഹസ്ബൻഡ് ഡ്രാഗൺ മാസ്റ്റർ ആണോ? വർമ്മൻ ഡ്രാഗൺ മാസ്റ്റർ ആണെന്നോ? ഒരിക്കലുമില്ല. കാര്യം ഇവന്റെ മൂസ് ഡ്രാഗൺ മാസ്റ്റർ മൂസുമായിട്ട് നല്ല സാമ്യമുണ്ട്. പക്ഷേ ഇത് അതൊന്നുമല്ല. ഇവൻ ഓരോ ഉടായ്പ് കാണിച്ച് നമ്മളെ പറ്റിക്കുക. നീ പറഞ്ഞ ശരിയാ. വെറും മൂസ് വെച്ച് ഇവനാണ് ഡ്രാഗൺ മാസ്റ്റർ എന്നൊന്നും ഉറപ്പിക്കാൻ പറ്റില്ല. നന്ദിനി മാം ഇങ്ങോട്ടൊന്ന് വന്നോട്ടെ, അപ്പൊ എല്ലാവർക്കും സത്യം അറിയാം. എടാ നായേ, കാര്യം നിനക്കെന്റെ മുത്തശ്ശനെ തോൽപ്പിക്കാൻ കഴിഞ്ഞിരിക്കും. പക്ഷേ ആ ചെയർ നീ ആഗ്രഹിക്കണ്ട, അത് കിട്ടില്ല. വർമ്മൻ, നീ എത്ര വലിയ പ്രശ്നത്തിലാ തലയിട്ടിരിക്കുന്നെന്ന് അറിയോ നിനക്ക്? നിനക്ക് കിട്ടുന്നത് പോരാഞ്ഞിട്ട് നിന്റെ കുട്ടി, നിന്റെ വൈഫിന്റെ ഫാമിലി എല്ലാരും നിന്റെ മണ്ടത്തരം കാരണം അനുഭവിക്കാൻ പോവാ. വർമ്മൻ, നീ ഞങ്ങളൊക്കെ അപ്പൊ ഇത്ര നേരം കളിപ്പിക്കായിരുന്നോ? നീ എങ്ങാനും ഡ്രാഗൺ മാസ്റ്റർ അല്ലെങ്കിലുണ്ടല്ലോ, അതോടെ കഴിഞ്ഞു. അപ്പൊ ശരിക്കും ഞാൻ തന്നെയാ ഡ്രാഗൺ മാസ്റ്റർ എങ്കിൽ? ആദ്യം ഒന്ന് നിർത്ത് വർമ്മൻ. എന്റെ ഹസ്ബൻഡ് ഡ്രാഗൺ മാസ്റ്റർ ആണെന്നോ? എനിക്ക് എങ്ങനെ അത് വിശ്വസിക്കാൻ പറ്റും? നമസ്കാരം മാസ്റ്റർ. വെൽക്കം മാം. മുത്തശ്ശ, നന്ദിനി മാം വന്നിട്ടുണ്ട്. അവര് ഡ്രാഗൺ മാസ്റ്റർ കണ്ടിട്ടുണ്ടല്ലോ. സോ സത്യമൊക്കെ ഇനി എല്ലാവരും അറിയും. അതെ നന്ദിനി, എന്റെ മുത്തശ്ശന്റെ മുൻപിൽ മുട്ടുകുത്തി അനുഗ്രഹം മേടിക്ക്. ഞാൻ ഇവരുടെ മുന്നിൽ മുട്ടുകുത്തണമെന്നോ? പിന്നല്ലാതെ ഡ്രാഗൺ മാസ്റ്ററുടെ മുന്നിൽ മുട്ടുകുത്തുന്നതില് നിനക്കെന്താ ബുദ്ധിമുട്ട്? എന്താ, നിങ്ങളാണോ ഡ്രാഗൺ മാസ്റ്റർ? ഇല്ലില്ല, ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ഇവരുടെ തെറ്റിദ്ധാരണയായി പറഞ്ഞതാ. മുത്തശ്ശ, നിങ്ങളല്ലേ ഡ്രാഗൺ മാസ്റ്റർ? പിന്നെ ഞങ്ങളെയൊക്കെ പറ്റിച്ചെന്തിനാ? നിങ്ങളെക്കുറിച്ച് അഭിമാനത്തോടെ സംസാരിച്ച ഞാനല്ലേ ഇപ്പൊ നാണം കെട്ടത്? മുത്തശ്ശ, ഞങ്ങളെല്ലാരും പറ്റിക്കായിരുന്നല്ലേ? എങ്ങനെ ഞങ്ങളോട് ഇത് ചെയ്യാൻ തോന്നിയേ? എന്റെ മുത്തശ്ശൻ ഡ്രാഗൺ മാസ്റ്റർ ആയിക്കില്ല, സമ്മതിച്ചു. പക്ഷേ ഈ പിച്ചക്കാരുടെ കാര്യം എന്താ? അവൻ ഡ്രാഗൺ മാസ്റ്റർ ആയിരിക്കാൻ ചാൻസേ ഇല്ല. മിസ് നന്ദിനി, സത്യം പറ, ഈ പിച്ചക്കാരൻ ഡ്രാഗൺ മാസ്റ്റർ അല്ല എന്നുള്ളത് എല്ലാവരും അറിയണം. നിങ്ങളിപ്പോ എന്നെ തല്ലി എന്തിനാ?
ഗുഡ് ഈവനിങ് ഡ്രാഗൺ മാസ്റ്റർ. ഗുഡ് ഈവനിങ്. ഇത് ഡ്രാഗൺ മാസ്റ്ററിന്റെ സ്പാർക്കാ. ഇത് ഡ്രാഗൺ മാസ്റ്ററിനെ തൊടാൻ കഴിയൂ. വേറെ ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ കത്തി എറിഞ്ഞ് ചാമ്പലാവും. അപ്പൊ അവൻ പറഞ്ഞ സത്യോ? സത്യത്തിൽ ഈ വർമ്മൻ തന്നെയാണോ ഡ്രാഗൺ മാസ്റ്റർ? എന്റെ ദൈവമേ, വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നാലും ഇതെങ്ങനെ? ഇവൻ എല്ലാ സത്യവും മനസ്സിലാക്കി. ഇനി കരികാലം ഫാമിലിയും ഉണ്ടാവില്ല. നന്ദിനി, എന്റെ വൈഫ് ഇവർ കാരണം ഒരുപാട് പേടിച്ചു. ഇനി ഇതുപോലെ ഉണ്ടാവരുത്, മനസ്സിലായല്ലോ? ഇല്ല മാസ്റ്റർ, ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. ശരിക്കുള്ള ഡ്രാഗൺ മാസ്റ്റർ ഇവനാണെന്നറിയാതെ ഞാൻ വളരെ മോശമായിട്ടാണല്ലോ പെരുമാറിയത്. ഇവൻ അത്രയും പറഞ്ഞിട്ടും ഞാൻ വിശ്വസിച്ചില്ലല്ലോ. ഛെ. കരികാലൻ, നീ എന്നോട് കാണിച്ച ദ്രോഹം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പോകുന്നില്ല. വിരുന്നിന് വിളിച്ചു വരുത്തി ഭക്ഷണത്തിൽ വിഷം കലർത്തി എന്നെ ഒന്ന് കൊല്ലാൻ ശ്രമിച്ചവനാണ്. പക്ഷേ നിന്നെക്കൊണ്ട് എൻ്റെ ഈ സാമ്രാജ്യം ഒരിക്കലും നശിപ്പിക്കാൻ കഴിയില്ല. ഇല്ല മാസ്റ്റർ, ഞാൻ നിങ്ങളുടെ അക്കാഡമി സ്വന്തമാക്കാൻ ആഗ്രഹിച്ചുള്ളൂ. നിങ്ങളെ നശിപ്പിക്കണമെന്നോ കൊല്ലണമെന്നോ ഒന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. എന്നെ വെറുതെ വിട്ടേക്ക്. നിനക്കെന്നെ കൊല്ലാൻ കഴിയില്ല കരികാല. അങ്ങനെ ഉണ്ടായ മന്ത്രവിധിയാലുള്ള ശിക്ഷ നീ അനുഭവിക്കേണ്ടി വരുമെന്ന് അറിയാം നിനക്ക്. അതുകൊണ്ടാ നീ എന്നെ കൊല്ലാതിരുന്നത്. ഇനിയൊരു പക്ഷേ അങ്ങനെയൊരു ബന്ധനം ഇല്ലാതിരുന്ന സാഹചര്യമായിരുന്നെങ്കിൽ നീ എന്നെ ഉറപ്പായിട്ടും കൊല്ലുമെന്നറിയാം. മാസ്റ്റർ, എന്റെ സ്വത്ത് മുഴുവൻ ഞാൻ നിങ്ങൾക്ക് തന്നേക്കാം. എന്റെ ഫാമിലി വെറുതെ വിട്ടേക്ക് പ്ലീസ്. വർമ്മൻ, ഐ എം സോറി. സോറി ഗ്രാൻഡ് മാസ്റ്റർ, ഐ എം സോറി. എന്നോട് ക്ഷമിക്കണം. ഇതിനൊക്കെ ഇയാൾ ഒറ്റൊരുത്തന്നെ കാരണം. നിങ്ങളെ ഞാൻ... ഡ്രാഗൺ മാസ്റ്റർ, സോറി. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഈ മായ ഓരോന്ന് പറയുന്ന കേട്ട് അറിയാതെ പറ്റിപ്പോയതാ. ഇവളെയാണ് അങ്ങ് ശിക്ഷിക്കേണ്ടത്. ഞാൻ അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തിട്ടില്ല. മാർഷൽ ആർട്സ് ഉപയോഗിച്ച് തെറ്റ് ചെയ്യുകയോ അധികാരം തട്ടിയെടുക്കുകയോ ചെയ്താൽ ഞാൻ തിരിച്ചു വരും. ദ്രോഹത്തിന് മാർഷൽ ആർട്സിൽ ഇടവില്ല. ഈ തെറ്റ് ചെയ്ത എല്ലാവരും ജീവിതകാലം മുഴുവൻ ഒരു ശിക്ഷ അനുഭവിക്കണം. നിങ്ങളുടെ മാർഷൽ പവേഴ്സിനെല്ലാം ഞാനൊരു തടയിടാൻ പോവാ. അത് മറികടന്ന് ആരെങ്കിലും ഉപയോഗിച്ചാൽ പിന്നെ നിങ്ങളെ കാത്തിരിക്കുന്നത് മരണശിക്ഷയായിരിക്കും. കരികാലൻ കുടുംബം ഇനി ഈ നാട്ടിലുണ്ടാവാൻ പാടില്ല. ദീനകരികാലൻ, നിന്നെ ഈ നാട്ടിലെന്നല്ല എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ കാണാൻ പാടില്ല. വിട്, എന്നെ വിട്. വർമ്മൻ, സോറി ഡ്രാഗൺ മാസ്റ്റർ. നിങ്ങൾ ഇത്ര വലിയൊരാളാണെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. കവി ഇപ്പം ശരിക്കും ടയേർഡാ. അതുകൊണ്ട് തൽക്കാലം ജിനി കൊണ്ടുപോക്കോട്ടെ. കൂട്ടിക്കൊണ്ടുപോ. അല്ല, താനെങ്ങനെ ടെൻഷൻ ആവുന്നതിനാ? ഏയ് ഹണി, നീ എന്റെ ഭാര്യയല്ലേ? നമുക്കിടയിൽ ഇതിന്റെ ആവശ്യം എന്താ? നിങ്ങളാണ് ഡ്രാഗൺ മാസ്റ്റർ എന്ന് എന്തുകൊണ്ടാ എന്നോട് പറയാതിരുന്നേ? ഞാൻ അത് പറഞ്ഞാൽ നമ്മൾ തമ്മിൽ ഒരു അകൽച്ച ഉണ്ടാവുമെന്ന് കരുതി പറയാതിരുന്നതാ. എന്നെ പറ്റിച്ചല്ലേ? അതെ. ഡ്രാഗൺ മാസ്റ്റർ ആയിട്ട് ഒരു പിച്ചക്കാരനെ പോലെ എന്നെ വന്ന് കല്യാണം കഴിച്ചു അല്ലേ? ഇത്ര നേരം എന്തൊരു ബഹുമാനത്തില സംസാരിച്ചോണ്ടിരുന്നത്, പെട്ടെന്ന് എന്ത് പറ്റി? അതൊക്കെ കഴിഞ്ഞു പോയില്ലേ. ഇപ്പൊ ഞാൻ നിങ്ങളുടെ ഭാര്യ. ഇങ്ങനെ തന്നെ ചെയ്യും. വീട്ടിലോട്ട് വാ, വച്ചിട്ടുണ്ട് ഞാൻ. കഴിഞ്ഞതൊക്കെ ആലോചിക്കുമ്പോ ശരിക്കും അത്ഭുതം തോന്നുക. അന്ന് കോമ്പറ്റീഷന് നീ വന്നില്ലായിരുന്നെങ്കില് കാര്യങ്ങളൊക്കെ എന്തായനെ? ആക്ച്വലി നമ്മൾ കവിയോടാണ് താങ്ക്സ് പറയേണ്ടത്. അവളാണ് അന്ന് എന്നെ ആ സ്റ്റേജിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. അവളുടെ അമ്മയായിട്ട് അവൾക്ക് നിന്നെ വേണോന്ന്. വർമ്മൻ, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ? കവി ഇത്രയ്ക്കും പവർഫുൾ ആണല്ലോ. നീ ഡ്രാഗൺ മാസ്റ്റർ ആണ്. അപ്പോ തീർച്ചയായിട്ടും അവളുടെ അമ്മയും വളരെ പവർഫുൾ ആയിരിക്കില്ലേ? ഓ, എന്റെ എക്സ് വൈഫ് അല്ലേ?
ആ, അതെ. അവളൊരു സ്ട്രോങ് മാർഷൽ ആർട്ടിസ്റ്റാ. ശരിക്കും കൈൻഡ് ഹാർട്ടഡ്. പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അവളെക്കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ നമുക്ക് ഒരു ദിവസമൊന്നും മതിയാവില്ല. മതി മതി, നിർത്ത്. നിങ്ങൾ പറയുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. അവരടിപൊളിയാണെന്ന് എനിക്ക് മനസ്സിലായി. ആ, അവരുടെ കൂടെ ജീവിച്ചിട്ട് ഇപ്പൊ എന്റെ കൂടെ ജീവിക്കുമ്പോ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്തോ. സത്യം പറയുകയാണെങ്കിൽ എൻ്റെ കൂടെ ജീവിതം ഷെയർ ചെയ്യുന്ന ആദ്യത്തെ ആൾ നീയാ. എന്താ പറയുന്ന? അപ്പൊ കവി ഒരു ഓർഫനാണ്. ഓർഫനോ? അങ്ങനെയൊന്നും പറയരുത്. അവൾക്ക് ഞാനുണ്ട്.